ഇനി നമ്മളിന്ന് സിലബസിലെ ടൈപ്പ് ഓഫ് പമ്പ് അതുപോലെ കപ്ലിങ്സ് ബെൽറ്റ്സ് ഈ 3 ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. ബെൽറ്റ് ഡ്രൈവാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡ്രൈവ് എന്തിനാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് നമ്മൾ എൻജിനായിരുന്നു പമ്പ് ഡ്രിവനായിട്ട് ഒരു പമ്പിനുള്ള പവർ സോഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. കിർലോസ്കറിനൊക്കെ വലിയൊരു എൻജിനായിരുന്നു. അതിൻ്റെ ഫ്ലൈ വീല് നമ്മൾ എന്ത് ചെയ്യും, ഒരു പുള്ളി കൊടുക്കും, ഫ്ലൈ വീലിൽ പുള്ളി കൊടുക്കും. എന്നിട്ട് ഈ എൻജിനൊരു ഭാഗത്തായിരിക്കും, നമ്മുടെ പമ്പിൻ്റെ ഷാഫ്റ്റ് അല്ലെങ്കിൽ പമ്പ് വേറൊരു ഭാഗത്ത് കുറച്ച് ദൂരം മാറിയിട്ടായിരിക്കും. ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലാറ്റ് ബെൽറ്റ് ഉപയോഗിക്കും. അതുകൊണ്ടാണ് ബെൽറ്റ് ഡ്രൈവ് സിലബസിൽ കയറി വരാനുള്ള കാരണം. അപ്പോൾ ബെൽറ്റ് ഡ്രൈവ് കോമൺ മെത്തേഡ് ഓഫ് പവർ ട്രാൻസ്മിഷനാണ്. നമുക്ക് എന്ത് ചെയ്യാം, ലെതറിൽ നിന്നും കോട്ടണിൽ നിന്നും റബ്ബറിൽ നിന്നും സിന്തറ്റിക് മെറ്റീരിയൽസിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, ബെൽറ്റ് ഉണ്ടാക്കാം. ഇതാണ് ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ ചിത്രം. ഒരു ഡ്രൈവർ പുള്ളി ഉണ്ടാവും അല്ലേ, നമ്മൾ എന്തുപയോഗിച്ചിട്ടാണോ ആ പമ്പിനെ വർക്ക് ചെയ്യേണ്ടത്, അത് എൻജിനോ അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടറോ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന എൻജിനായിരുന്നു. അപ്പോൾ അത് ഡ്രൈവൺ പുള്ളിയായിരുന്നു. അതിൻ്റെ പുള്ളി കണ്ടില്ലേ, ഫ്ലാറ്റ് ബെൽറ്റ് ആകുമ്പോൾ പുള്ളിക്ക് അത്യാവശ്യം വീതി ഉണ്ടാവും. പിന്നെ എന്താണ് അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ എന്ത് ചെയ്യും, കർവാക്കിയിട്ടൊക്കെ കൊടുക്കും, ബെൽറ്റ് സ്ലിപ്പ് ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അത് നമ്മൾ നോക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഡയറക്ഷൻ കണ്ടില്ലേ, ഇങ്ങോട്ടാണ് ക്ലോക്ക് വൈസിലേക്കാണ് കറങ്ങുന്നത്. എന്നിട്ട് നമ്മളെ പമ്പിൻ്റെ ഷാഫ്റ്റ്, അതാണ് ഡ്രിവൺ പുള്ളി, ഇതും കണ്ടില്ലേ ഇതേ ഡയറക്ഷനിലേക്കാണ് കറങ്ങുന്നത്. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ ഈ ബെൽറ്റ് എന്ത് ചെയ്യും, ഇതിൻ്റെ മുകളിലൂടെ വരുമ്പോൾ എന്ത് ചെയ്യും, ഇതേ സെയിം ഡയറക്ഷൻ ഓഫ് റൊട്ടേഷനാണ് അനുഭവപ്പെടുക. ഇതാണ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്. എന്താണ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായോ? അതായത് ഡ്രിവൺ പുള്ളിയും ഡ്രൈവർ പുള്ളിയും എന്ത് ചെയ്യും, ഒരേ ഡയറക്ഷനിലായിരിക്കും. മാത്രമല്ല ഈ രണ്ട് ഷാഫ്റ്റ് എന്തായിരിക്കും, പാരലായിരിക്കും. ഇതും ഇതിനോട് പാരലായിരിക്കും. നമുക്ക് നോക്കി നോക്കാം. ആൻഡ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ഈസ് യൂസ്ഡ് ബിറ്റ്വീൻ പാരലൽ ഷാഫ്റ്റ്. ഇതെന്നാണ് ഒരു MCQ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. വിച്ച് ദി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ഡ്രൈവിംഗ് ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റ് ഈസ് ദി സെയിം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്നാണ് പറയുക. ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രിവൺ പുള്ളിയുടെയും ഡ്രൈവർ പുള്ളിയുടെയും ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ സെയിം ആയിരിക്കുന്ന ബെൽറ്റ് ഡ്രൈവ് ഏതെന്നാണ് ചോദിക്കുക. അല്ലെങ്കിൽ അവർ പറയും ഓപ്പൺ ബെൽറ്റാണോ ക്രോസ് ബെൽറ്റാണോ ഒക്കെ അവർ ചോദിക്കും. ഇനി ക്രോസ് ബെൽറ്റ് ഡ്രൈവ് നമുക്ക് നോക്കി നോക്കാം. ഇതാണ് ക്രോസ് ബെൽറ്റ് അല്ലേ, ഓപ്പണും ഉണ്ട് ക്രോസ് ബെൽറ്റും ഉണ്ട്. അപ്പോൾ എന്താണ് ക്രോസ് ബെൽറ്റിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. ഇത് ഡ്രൈവർ പുള്ളി, ഇത് ഡ്രിവൺ പുള്ളി. ഒന്ന് നമ്മൾ എന്ത് ചെയ്യും, എൻജിൻ കൊടുക്കും, ഒന്ന് നമ്മൾ പമ്പ് കൊടുക്കും. പക്ഷേ ബെൽറ്റ് പോകുന്നത് കണ്ടില്ലേ, ക്രോസ് ആയിട്ടല്ലേ. അതായത് ഇവിടെ ബെൽറ്റ് എന്ത് ചെയ്യും, ഇങ്ങനെ പോകും. ഇങ്ങനെ പോയിട്ട് ആ ബെൽറ്റ് പോകുന്നത് എങ്ങനെ കറങ്ങുന്നത് എങ്ങനെ കണ്ടോ, ഇങ്ങനെ പോയി ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, നേരെ തിരിച്ച് കറങ്ങും അല്ലേ. അതായത് ഇവിടെ ഈ ക്രോസ് കാരണം, ഇങ്ങനെ ക്രോസ് ആയത് കാരണം എന്ത് ചെയ്യും, ഡ്രൈവറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത് ചെയ്യുക, ഡ്രിവൺ പുള്ളി കറങ്ങുക. മനസ്സിലായോ? അങ്ങനെ വിളിക്കുന്നതാണ് ഇത് ക്രോസ് ബെൽറ്റ് ഡ്രൈവ്. ഇൻ വിച്ച് ദി ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് ഡ്രൈവിംഗ് ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റ് ഈസ് ഓപ്പോസിറ്റ്. ഒന്ന് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഒന്ന് നേരെ ആൻറ്റി ക്ലോക്ക് വൈസാണ്. ഇവിടെ എന്ത് ചെയ്യും, ബെൽറ്റ് ചെറുതായിട്ട് മുട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. ക്രോസ് ബെൽറ്റ് ഡ്രൈവ് നമ്മൾ പണ്ടത്തെ മില്ലിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പവർ ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് ചെറിയ സ്പീഡിലാണോ അത് കറങ്ങുക. അപ്പോൾ ഈ ഒരസലൊന്നും എന്തില്ല, വലിയൊരു ഇതുണ്ടായിട്ടില്ല, കംപ്ലൈൻ്റ് ഒന്നും ആവത്തില്ല. ഇനി എന്താണ് ജോക്കി അല്ലെങ്കിൽ ഐഡ്ലർ പുള്ളി? എല്ലാവർക്കും അറിയില്ല. ഇതിൻ്റെ ചിത്രം കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ, ഈ ബെൽറ്റിനോട് ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ജോക്കി പുള്ളി. നമുക്ക് നോക്കി നോക്കാം. ഇഫ് ദി സെൻട്രൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പുള്ളി എക്സീഡ് 3 times ലാർജർ പുള്ളി ഡയമീറ്റർ. കണ്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് പുള്ളികളും തമ്മിലുള്ള സെൻട്രൽ ഡിസ്റ്റൻസ് ലാർജർ പുള്ളി ഡയമീറ്ററിനെക്കാട്ടിലും 3 മടങ്ങ് കൂടിക്കഴിഞ്ഞാൽ, ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദി റേഷ്യോ ഓഫ് പുള്ളി ഡയമീറ്റർ എക്സീഡ് ടു 6:1. റേറ്റ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ എ ജോക്കി ഓർ ഐഡ്ലർ പുള്ളി ഈസ് ഫിറ്റഡ് നിയർ ദി ഡ്രൈവർ പുള്ളിയുടെ അടുത്താണെന്ന് ചെയ്യാം നമ്മൾ ജോക്കി അല്ലെങ്കിൽ ഐഡ്ലർ പുള്ളി, 2 പേരുണ്ട് കേട്ടോ. ഐഡ്ലർ പുള്ളി നമ്മൾ എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക നിയർ ദി ഡ്രൈവർ പുള്ളി ഓൺ ദി സ്ലാക്ക് സൈഡ്. ടൈറ്റ് സൈഡും ഉണ്ട്, സ്ലാക്ക് സൈഡും ഉണ്ട് ഓഫ് ദി ബെൽറ്റ് ടു ഇൻക്രീസ് ദി ആർക്ക് ഓഫ് കോണ്ടാക്ട്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജോക്കി പുള്ളി അല്ലെങ്കിൽ ഐഡ്ലർ പുള്ളി ഉപയോഗിക്കുക? ആർക്ക് ഓഫ് കോണ്ടാക്ട് ഇല്ല. ഇവിടെ ഈ ജോക്കി പുള്ളി ഉപയോഗിച്ചില്ലാന്ന് എന്ത് ചെയ്യും, കണ്ടോ, ഈ ബെൽറ്റ് അത് ഇങ്ങനെ പോവുക. ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ വെച്ചിട്ടേ കോണ്ടാക്റ്റ് ആവുള്ളൂ, ഇങ്ങനെ കോണ്ടാക്റ്റ് ആവുള്ളൂ. മനസ്സിലായോ? അതായത് ഈ പുള്ളിയുടെ മുകളിൽ, ഡ്രൈവർ പുള്ളിയുടെ മുകളിലുള്ള കോണ്ടാക്റ്റ് എന്ത് ചെയ്യും, വളരെ കുറവാവും. അപ്പോൾ പവർ വല്ലാതെ ട്രാൻസ്മിറ്റ് ആകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ വരുമ്പോൾ, വെൻ ദി സെൻട്രൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പുള്ളീസ് എക്സിഡ് 3 times
ദി ലാർജ് പുള്ളി ഡയാമീറ്റർ. ഈ ലാർജ് പുള്ളിയുടെ ഡയാമീറ്ററിനെക്കാട്ടിലും 3 മടങ്ങ്, ഡയാമീറ്റർ ആട്ടോ റേഡിയസ് അല്ല, 3 മടങ്ങ് ഈ സെൻട്രൽ ഡിസ്റ്റൻസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ, സെൻട്രൽ ഡിസ്റ്റൻസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ലാക്ക് സ്ലൈഡിൽ, ഡ്രൈവർ പുള്ളിയുടെ സ്ലാക്ക് സ്ലൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഐഡിലെ പുള്ളി വെക്കണം. ഇതാണ് ടൈറ്റ് സൈഡ്, ഇതാണ് ടൈറ്റ് സൈഡ്, ഇതാണ് സ്ലാക്ക് സ്ലൈഡ്. സ്ലാക്ക് സ്ലൈഡിലാണ് ബെൽറ്റിന് എന്ത് ചെയ്യുക, ചാഞ്ചാട്ടം ഉണ്ടാവുക. നോക്കണം. ദിസ് ഇൻക്രീസ് ദി വാപ്പിംഗ് ആംഗിൾ ആൻഡ് ദി ടെൻഷൻ ഓൺ ദി ബെൽറ്റ്സ് നെസറി ഫോർ ദി ട്രാൻസ്മിഷൻ ഓഫ് ദി ടോർക്ക്. ഈ ജോക്കി പുള്ളി വരുമ്പോൾ എന്ത് ചെയ്യും, ഈ ആർക്ക് ഓഫ് കോണ്ടാക്ട് ഒന്നുകൂടി കൊടുക്കും. കണ്ടേ ഇപ്പോൾ വരുന്നത് എങ്ങനെ, ബെൽറ്റ് വന്നിട്ട് ഇങ്ങനെയല്ല പോകുന്നത്, ആദ്യം ഇങ്ങനെ ആയിരുന്നു, ആദ്യം ഇവിടെ ഇങ്ങനെ തൊട്ടില്ല എന്ന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് കേരള PSC പോയിന്റ് ഓഫ് വ്യൂവിൽ, MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻറ്റ്. എന്താണ്, വെൻ ദി സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി 2 പുള്ളീസ്, കണ്ടോ ഈ സെൻറ്റർ ഡിസ്റ്റൻസ് നമ്മൾ ലാർജ് പുള്ളി ഡയാമീറ്ററിനെക്കാട്ടിലും 3 മടങ്ങ് കൂടുകയാണെങ്കിൽ, ഓക്കെ, ആ ഒരു കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി സ്റ്റെപ്പ് ഡ്രൈവ്സ്, നമ്മൾ ലെയ്ത്തിലൊക്കെ കണ്ടിട്ടുള്ളതാണ് സ്റ്റെപ്പ് ഡ്രൈവ്സ് ഇല്ലേ, കണ്ടില്ലേ. ഇവിടെ ഡ്രിവൺ പുള്ളിയിലും ഡ്രൈവർ പുള്ളിയിലും സ്റ്റെപ്പിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്പീഡ് റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യാസപ്പെടുത്താം. സ്പീഡ് കൂടുന്നതനുസരിച്ചിട്ടും കുറയുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റിയിട്ടാൽ മതി. ഇത് നമ്മൾ ലെയ്ത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, മോട്ടർ ഓഫ് ആക്കിയിട്ടാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യുക, സേഫ്റ്റി പ്രകാരം ഇത് ബെൽറ്റ് ചേഞ്ച് ചെയ്യേണ്ടത്. ആ ഒരു കേസും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കി നോക്കാം. സ്റ്റെപ്പ് ഡ്രൈവ്സ് ആർ യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ഡിഫറെൻറ്റ് സ്പീഡ് റേഷ്യോസ്. നമ്മൾ പറഞ്ഞു തന്നെയാണ്, ഡിഫറെൻറ്റ് സ്പീഡ് റേഷ്യോ നമ്മൾ ലെയ്ത്തിൽ ഉപയോഗിക്കാറുണ്ട്, ഒരുപാട് പവർ ട്രാൻസ്മിഷൻ മെഷീനിൽ ഉപയോഗിക്കാറുണ്ട്. പുള്ളീസ് ഓഫ് ഡിഫറെൻറ്റ് സൈസസ് ആർ എംപ്ലോയിഡ്. ഡ്രൈവർ പുള്ളിയിലും ഡ്രിവൺ പുള്ളിയിലും നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെപ്പ്ഡ് പുള്ളീസ് വെക്കും, ഒരുപാട് ഡിഫറെൻറ്റ് സൈസുള്ള പുള്ളീസ് വെക്കും. 3 ഡിഫറെൻറ്റ് സ്പീഡ്സ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ചേഞ്ചിങ് ദിസ് ബെൽറ്റ് പൊസിഷൻ ഫ്രം വൺ സ്റ്റെപ്പ് ടു അനദർ. ഒന്നിന്ന് മറ്റേതൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് സ്പീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കാം. 3 ഡിഫറെൻറ്റ് സ്പീഡ്സ് നമുക്ക് എന്ത് ചെയ്യുക, ഒബ്റ്റെയിൻ ചെയ്യും. ഇനി എന്താണ് റൈറ്റ് ആംഗിൾഡ് ഡ്രൈവ്? നമുക്ക് ഒരിക്കലും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്തൊരു ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, നേരെയുള്ള ഡ്രൈവാണെന്ന് വിചാരിക്കും അല്ലേ. പക്ഷേ റൈറ്റ് ആംഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ബെൽറ്റ് ഡ്രൈവ് കൂടിയുണ്ട്. ചിത്രം കണ്ടില്ലേ നിങ്ങൾ? അതായത് ഇതിൻ്റെ ഷാഫ്റ്റ് ഉണ്ടല്ലേ ഇങ്ങനെയായിരുന്നു, അതിന് നേരെ ഷാഫ്റ്റ് ഉണ്ടല്ലേ, ഇതിൻ്റെ ഷാഫ്റ്റ് ഉണ്ടല്ലേ നേരെ ഇങ്ങനെയാണ്, കണ്ടോ, നേരെ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഷാഫ്റ്റിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വേറൊരു ഷാഫ്റ്റിലേക്കാണ് നമ്മൾ ഇതിൻ്റെ പവർ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്ത് മുഖേന? ബെൽറ്റ് മുഖേന. ഇതാണ് അതിൻ്റെ സൈഡ് വ്യൂ, കണ്ടോ. ഇതിൻ്റെ ഷാഫ്റ്റ് ഇങ്ങനെയാണ്, ഇതിൻ്റെ ഷാഫ്റ്റ് ഇങ്ങനെയാണ്, ഓക്കെ ആണോ. ബെൽറ്റ് പോണത് കണ്ടില്ലേ എങ്ങനെ, ഏതിൻ്റെ ഇടയിൽ കൂടെയാണ്? ഗൈഡ് പുള്ളീസിൻ്റെ സഹായത്താലാണ്. നമുക്ക് നോക്കി നോക്കാം. ദിസ് ഡ്രൈവ് ഈസ് എംപ്ലോയ്ഡ് ബിറ്റ്വീൻ ഷാഫ്റ്റ് അറ്റ് റൈറ്റ് ആംഗിൾസ്. കേരള PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ്. റൈറ്റ് ആംഗിൾസ് ആയിട്ടുള്ള പുള്ളീസിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഷാഫ്റ്റിൻ്റെ ഇടയിൽ ഉപയോഗിക്കുന്ന ബെൽറ്റ് ഡ്രൈവ് ഏതാണ്? ഓപ്പൺ ബെൽറ്റ് ആണോ, കോസ് ബെൽറ്റ് ആണോ, സ്റ്റെപ്പ്ഡ് ബെൽറ്റ് ഡ്രൈവ് ആണോ, അതോ റൈറ്റ് ആംഗിൾ ഡ്രൈവ് ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ വരിക? റൈറ്റ് ആംഗിൾ ഡ്രൈവ് ആണ് കേട്ടോ. ഇൻ ദിസ് ദി ഹൊറിസോണ്ടൽ ഡ്രൈവ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു വെർട്ടിക്കൽ ഡ്രൈവ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഗൈഡ് പുള്ളി. ഇതിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഗൈഡ് പുള്ളി. കണ്ടില്ലേ, ഒരു ഗൈഡ് പുള്ളി, 2 ഗൈഡ് പുള്ളി ഉണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇങ്ങോട്ട് പോകുന്നൊരു ബെൽറ്റിൽ നിന്നും ഇങ്ങോട്ട് പോകുന്ന ഒരു ബെൽറ്റിൽ നിന്നും രണ്ടിനും എന്ത് ചെയ്യണം, ഗൈഡ് ചെയ്യണം അല്ലേ. അതായത് 90 ഡിഗ്രി ദിശ മാറ്റി വിടണം. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ക്രീപ്പ് ആൻഡ് സ്ലിപ്പ് ഓഫ് ദി ബെൽറ്റ്. കേരള PSC ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ള 2 ടോപ്പിക്കാണ് ക്രീപ്പും സ്ലിപ്പും കേട്ടോ. ആസ് ദി ബെൽറ്റ് ടേൺസ് ഓൺ എ പുള്ളി ഇറ്റ് ടെൻഡ് ടു സ്ട്രെച്ച് ഓൺ ദി കോണ്ടാക്ട് ഏരിയ ഓഫ് ദി ഡ്രൈവിംഗ് പുള്ളി ആൻഡ് ഷോർട്ടൺ ഓൺ ദി ഡ്രിവൺ പുള്ളി. ഡ്രൈവിംഗ് പുള്ളിയിൽ എന്ത് ചെയ്യും, ഇവർ സ്ട്രെച്ച് ചെയ്യും, ഓക്കെ ആണോ. പക്ഷേ ഡ്രിവൺ പുള്ളിയിൽ എന്ത് ചെയ്യും, ഈ ബെൽറ്റ് അതിൻ്റെ ആ ഓട്ടത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, അത് ഷോർട്ടൺ ചെയ്യാം. ഈ ലോക്കലൈസ്ഡ് മൂവ്മെൻറ്റ് കാരണം എന്ത് ചെയ്യും, ഒരു ഇലാസ്റ്റിക് സ്ട്രെച്ച് ആൻഡ് ഇസ് നോൺ ആസ് ഇതാണ് ഇത് നമ്മുടെ ക്രീപ്പ് കേട്ടോ. ഇതാണ് ക്രീപ്പാണ് കേട്ടോ, ക്രീപ്പാണ്. ഈസ് നോൺ ആസ് ക്രീപ്പ് എന്നാണ് കേട്ടോ, ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ദി ഗ്രേറ്റർ ദി ലോഡ് മോർ വിൽ ബി ദി ക്രീപ്പ്. ലോഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും, ക്രീപ്പും കൂടും, ഓക്കെ ആണോ. ഇനി സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ലിപ്പ് എന്താണെന്ന് നോക്കി, ഇതാണ് നമ്മുടെ മറ്റേ ക്രീപ്പിൻ്റെ ഒരു ചിത്രീകരണം കേട്ടോ. അതായത് ടൈറ്റ് സ്ലൈഡ് ഇവിടെ ഉണ്ട്, സ്ലാക്ക് സ്ലൈഡ് ഇവിടെ ഉണ്ട്. ഡ്രൈവർ പുള്ളിയുടെ അടുത്താകുമ്പോൾ എന്ത് ചെയ്യും, കണ്ടില്ലേ ഇങ്ങനെ എന്ത് ചെയ്യും, ബെൽറ്റ് കണ്ടില്ലേ ഇത്രയും സ്ട്രെച്ചായി വന്ന കണ്ടില്ലേ കേട്ടോ. ഈ ഒരു പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ്.
ആസ് ദി ബെൽറ്റ് ടേൺസ് ഓൺ എ പുള്ളി ഇറ്റ് ടേൺസ് ടു ടച്ച് ഓൺ ദി കോൺടാക്ട് ഏരിയ ഓഫ് ദി ഡ്രൈവിംഗ് പുള്ളിയുടെ അവിടെ എന്ത് ചെയ്യും, ഇയാൾ ടച്ച് ആവും. പക്ഷേ ഡ്രിവൺ പുള്ളിയുടെ അവിടെ എന്ത് ചെയ്യും, ഇയാൾ ഷോർട്ട് ആവും. ഓക്കെ ആണോ? ഇനി സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ആക്ച്വൽ ഡിഫറൻസ് കോസ്ഡ് ബിറ്റ്വീൻ ദി സർഫസ് സ്പീഡ് ഓഫ് ദി ബെൽറ്റ് ആൻഡ് പുള്ളി. രണ്ടിൻ്റെ സ്പീഡ് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യാം, ആ പേരിനുള്ള മാതിരി തന്നെ സ്ലിപ്പ് എന്ന് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡെഫിനിഷൻ തന്നെ PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദി ഇഫക്റ്റ് ഓഫ് സ്ലിപ്പ് മേ ബി റെഡ്യൂസ്ഡ് ബൈ ഡിക്രീസിങ് ദി പുള്ളി റേഷ്യോ ആൻഡ് മെയിൻ പ്രോപ്പർ അലൈൻമെൻറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എങ്ങനെ സ്ലിപ്പ് എങ്ങനെ നമുക്ക് കുറക്കാം, നമ്മുടെ പുള്ളി റേഷ്യോയും അതുപോലെ തന്നെ പ്രോപ്പർ അലൈൻമെൻറ്റും റെഡിയാക്കുന്നത് വഴി എന്ത് ചെയ്യുക, സ്ലിപ്പ് നമുക്ക് ഒരു പരിധി വരെ കുറക്കാമെന്ന് ചോദിക്കുന്നത്. എന്നാൽ ക്രീപ്പിൻ്റെ കേസിൽ ക്രീപ്പ് ബീയിങ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബെൽറ്റ്, അതെന്താണ്, കനോട്ട് ബി കൺട്രോൾഡ്. ഈ ഒരു പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്രീപ്പിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബെൽറ്റിൻ്റെ മെറ്റീരിയലിനൊക്കെ അനുസരിച്ചിട്ട് സ്ട്രെച്ചിൻ്റെ ഗുണം അല്ലേ, ഇലാസ്റ്റിക് ആണോ ഇലാസ്റ്റിക് ആണോ, ബലാട്ട എന്നുള്ളതൊക്കെ ഒരു മെറ്റീരിയലൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം ഇതൊക്കെ കമ്മിയാക്കാം. അപ്പോൾ സ്ലിപ്പ് ആൻഡ് ക്രീപ്പ് ജോയിൻലി കോസ് പവർ ലോസ്. ഇത് ഇവ രണ്ടും എന്ത് ചെയ്യും, പവർ ലോസിന് കാരണമാകും. അപ്പോൾ ക്രീപ്പിൻ്റെ കേസിൽ എന്താ ഇമ്പോർട്ടൻറ്റ്, ഇതിൻ്റെ കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്ലിപ്പിൻ്റെ കേസിൽ ഡെഫിനിഷൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. മാത്രമല്ല സ്ലിപ്പ് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യുക ബൈ റെഡ്യൂസിങ് പുള്ളി റേഷ്യോയും റെഡ്യൂസ് ചെയ്യുന്നത് വഴിയും അലൈൻമെൻറ്റ് റെഡിയാക്കുന്നത് വഴിയും നമുക്ക് എന്ത് ചെയ്യാം, സ്ലിപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ ക്രീപ്പ് നമുക്ക് ഒരിക്കലും എന്തില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് എ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബെൽറ്റ്. അത് ബെൽറ്റിൻ്റെ ഫിസിക്കൽ സ്വഭാവമാണ്, മെറ്റീരിയലിന് അനുസരിച്ചിരിക്കും കേട്ടോ. നെക്സ്റ്റ് എന്താണ് ബെൽറ്റ് ഡ്രസ്സിങ് അല്ലേ. ഡ്യൂ ടു ദി കണ്ടിന്യൂസ് റബ്ബിംഗ് ഓഫ് ദി ബെൽറ്റ് ഓൺ ദി സർഫസ് ഓഫ് ദി പുള്ളി ദി ബെൽറ്റ് ഗെറ്റ്സ് ഡ്രൈഡ് അപ്പ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആൻഡ് ഹീറ്റ് ഈസ് ജനറേറ്റഡ്. ഒരുപാട് കാലം ഓടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇയാളിങ്ങനെ ചൂടായിട്ട് എന്ത് ചെയ്യും, ഫ്രിക്ഷൻ കാരണം നല്ലോണം ചൂടാവും. ദിസ് കോസസ് ബെൽറ്റ് ടു സ്ലിപ്പ്. ഇതും നമ്മുടെ ബെൽറ്റ് സ്ലിപ്പ് ആവാനുള്ള ഒരു കാരണമാണ്. ടു കീപ് ദി ബെൽറ്റ് സപ്പിൾ ആൻഡ് ഫ്രീ ഫ്രം ക്രാക്സ് ബെൽറ്റ് ഡ്രസ്സിങ് ഈസ് അപ്ലൈഡ്. ഇത് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു പൗഡർ ഉപയോഗിക്കില്ല. നമ്മുടെ വണ്ടിയുടെ ചില ഇലക്ട്രിക് വണ്ടികളാണെങ്കിലും ബെൽറ്റുള്ള വണ്ടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പൗഡർ ഉപയോഗിക്കും. ഏതൊക്കെ പൗഡർ ഉപയോഗിക്കുക, ടാലോ ഓർ പൗഡേർഡ് റെസിൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ടാലോ ഓർ പൗഡേർഡ് റെസിൻസ് ആർ ഗുഡ് ഡ്രസ്സിങ് മെറ്റീരിയൽ വിച്ച് ആർ അപ്ലൈഡ് ഓൺ ദി ഇന്നർ സർഫസ് ഓഫ് ദി ബെൽറ്റ്. അത് ഏതാണോ പുള്ളിനോട്ട് കോണ്ടാക്ട് വരിക അല്ലേ, പുറത്തിട്ടിട്ട് ഒരു കാര്യമില്ല. ഏതപ്പോൾ കോണ്ടാക്ട് വരുന്നത്, ഉള്ളിലിട്ടിട്ട് എന്ത് ചെയ്യുള്ളൂ, ഈ നമ്മുടെ ഡ്രസ്സിങ് മെറ്റീരിയൽ എന്ത് ചെയ്യണം, ഉള്ളിലിട്ടിട്ടേ കാര്യമുള്ളൂ കേട്ടോ. വിച്ച് ആർ അപ്ലൈഡ് ഓൺ ദി ഇന്നർ സർഫസ് ഓഫ് ദി ബെൽറ്റ്. ദിസ് ഇംപ്രൂവ്സ് ദി ഗ്രിപ്പിംഗ് പ്രോപ്പർട്ടി ഓഫ് ദി ബെൽറ്റ്. ഇതെന്ത് ചെയ്യും, ഈ ഡ്രൈനെസ് മാക്സിമം ഒഴിവാക്കും. ഇനി എന്താണ് ക്രീപ്പ്, ക്രീപ്പ് എന്താ പറയുക, പുള്ളിയുടെ കൗണിങ് ഓഫ് ദി പുള്ളി കേട്ടോ. അത് ഈ ഒരു ബുക്കിൽ, പമ്പ് ഓപ്പറേറ്ററിൻ്റെ ബുക്കിൽ അവർ മിസ്സായിക്കാണോ, അതിന് ഇനി കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കൗണിങ് ഓഫ് ദി പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻറ്റർ ഭാഗം എന്ത് ചെയ്യും, പുള്ളി ഇങ്ങനെ ആവില്ലേ, പുള്ളിയുടെ സെൻറ്റർ ഭാഗം ഇങ്ങനെ ആയിരിക്കും. ഇങ്ങനെ എന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് ഒരു കർവേച്ചർ കൊടുക്കും. അപ്പോൾ ഈ ബെൽറ്റ് എന്ത് ചെയ്യും, സെൻറ്ററിൽ നല്ല റെഡി ആയിട്ട് നിൽക്കും. അതാണ് കൗണിങ് ഓഫ് ദി പുള്ളി കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആ ടൈമിൽ ഒന്നുകൂടി പറയാം. ഞാൻ ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തത് നോക്കാം. അഡ്ജസ്റ്റ് ബെൽറ്റ് ടെൻഷൻ ഇൻ വി ബെൽറ്റ് ഡ്രൈവിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ കുറേ ക്ലാമ്പൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടും മാറ്റിയിട്ട് മോട്ടറിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബെൽറ്റ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ നോക്കി നോക്കാം. മെഷർ ദി ലോങ്സ്റ്റ് സ്പാൻ ലെങ്ത് ഓഫ് ദി ബെൽറ്റ് ബിറ്റ്വീൻ ദി പുള്ളി യൂസിങ് എ സ്റ്റീൽ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഈ മാക്സിമം സ്പാൻ ലെങ്ത് അളക്കുക. ഫൈൻഡ് ദി മിഡിൽ ഓഫ് ദി ലോങ്സ്റ്റ് സ്പാൻ ഓഫ് ദി ബെൽറ്റ് ബിറ്റ്വീൻ ദി പുള്ളി. എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യുക, അതിൻ്റെ മിഡിൽ കാണുക. പുഷ് ദിസ് മിഡ് പോയിൻറ്റ് ഇൻവേർഡ്. എന്നിട്ട് ആ ബെൽറ്റിൻ്റെ മുകളിൽ ഇയാൾ പിടിച്ച മാതിരി എന്ത് ചെയ്യുക, ആ സെൻറ്റർ ഭാഗം പിടിച്ചിട്ട് എന്ത് ചെയ്യുക, പുഷ് ദിസ് മിഡ് പോയിൻറ്റ് ഇൻവേർഡ്. അങ്ങനെ ഇൻവേർഡായിട്ട് എന്ത് ചെയ്യുക, പുഷ് ചെയ്യുക. ദെൻ പുൾ ഇറ്റ് ഔട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, പുറത്തോട്ട് പുള്ള് ചെയ്യുക. ഒന്ന് ഉള്ളിലേക്കും ഒന്ന് പുറത്തേക്കും പുള്ള് ചെയ്യുക. നോട്ട് ദി ടോട്ടൽ ഡിഫ്ലക്ഷൻ. അങ്ങനെ പുറത്തോട്ട് ഉള്ളിലേക്ക് പോകുന്ന ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യുക, നമ്മൾ എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക. ദിസ് ഇൻഡിക്കേറ്റ് ദി എക്സിസ്റ്റിംഗ് ടെൻഷൻ ഓഫ് ദി ബെൽറ്റ്. ഇതാണ് ബെൽറ്റ്. വല്ലാണ്ട് ആടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഉള്ളിലേക്കും പുറത്തോട്ടും വല്ലാണ്ട് പോകേണ്ടതെങ്കിൽ ടെൻഷൻ ഭയങ്കര ലോസ് ആണ്. ലൂസൺ ദി ലോക്ക്. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഈ ലോക്കിനായിട്ട് എന്ത് ചെയ്യുക, ലൂസൺ ചെയ്യാം. സ്റ്റാക്ക് ആൻഡ് ദി ക്ലാമ്പിംഗ് ബോൾട്ട് മൂവ് ദി പുള്ളി വിത്ത് അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ടു ആഫ്റ്റർ ദി ടെൻഷൻ.
ദി അഡ്ജസ്റ്റ് സ്ക്രൂ മസ്റ്റ് ബി ടേൺഡ് ഈക്വലി കീപ് ദി പുള്ളി കറക്റ്റ്ലി അലൈൻഡ്. എന്നിട്ട് എന്ത് ചെയ്യണം, വല്ലാണ്ട് കമ്മിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ലാണ്ട് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളിതെല്ലാം ലൂസ് ചെയ്തിട്ട് കറക്റ്റ് ടെൻഷൻ വരുന്ന വരെ ഉള്ളിലും പുറത്തേക്കും കറക്റ്റ് അളവ് വരുന്ന വരെ എന്ത് ചെയ്യുക, ഈ ഈ ഈ മോട്ടറിനെ ഈ ക്ലാമ്പിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക. ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ചിലത് ഇതിലുണ്ട്, ചിലത് 4 ബോൾട്ട് മാത്രമേ കൊടുക്കുള്ളൂ. അത് 4 എന്ത് ചെയ്യണം, ഒരുപോലെ മുറുക്കണം കേട്ടോ. പ്രൊസീജിയർ ചോദിക്കാറില്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോളൂ. അറ്റാച്ച് എ സ്പ്രിംഗ് ബാലൻസ് ആൻഡ് ചെക്ക് ദി ടെൻഷൻ ഓഫ് ദി ബെൽറ്റ്. റീ അഡ്ജസ്റ്റ് ദി അഡ്ജസ്റ്റിംഗ് സ്ക്രൂ അൺടിൽ ദി ടെൻഷൻ ഈസ് കറക്റ്റ് ആവണ വരെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യുന്നത് വേണം. ടൈറ്റൻ ദി ക്ലാമ്പ് ബോൾട്ട്, ടൈറ്റൻ ദി ലോക്ക് നട്ട്. എന്ത് ചെയ്യുക, ആദ്യം ക്ലാമ്പ് ബോൾട്ട് ടൈറ്റൻ ചെയ്യുക, എന്നിട്ട് ലോക്ക് നട്ട് കേട്ടോ. ലോക്ക് നട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ലോക്ക് നട്ട്, ഇതാണ് ലോക്ക് നട്ട്, ഇതാണ് നമ്മളെ ക്ലാമ്പിങ് കേട്ടോ, ക്ലാമ്പിങ് ബോൾട്ട്. ഇനി അടുത്ത ടോപ്പിക്. അപ്പോൾ ബെൽറ്റിൽ നമ്മൾ കഴിഞ്ഞില്ല, നമ്മൾ സിലബസിൽ പറഞ്ഞപ്പോൾ ബെൽറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവുമെന്ന് കരുതി. പക്ഷെ സിമ്പിളാണ്, നിമയുടെ ബുക്കിൽ വളരെ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് 0% ആണ്. ബെൽറ്റിൽ നിന്ന് പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇനി സ്പീഡ് റേഷ്യോ N1/N2 എന്നൊക്കെയുള്ള സ്പീഡ് റേഷ്യോ വെച്ചിട്ട് വേണമെങ്കിൽ സിമ്പിൾ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കപ്ലിങ്ങിനെ പറ്റി നോക്കാം കേട്ടോ. പർപ്പസ് ഓഫ് കപ്ലിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് പേര് തന്നെ ഉണ്ടല്ലേ, എന്തിനാണെന്നറിയാം. അപ്പോൾ 2-3 ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന മാതിരി മാത്രമല്ല, നമ്മൾ എന്ത് വിചാരിക്കുക, 2 ഷാഫ്റ്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുക അല്ലേ. കണക്ട് 2 ഷാഫ്റ്റ് ടുഗദർ ഇൻ ഓർഡർ ടു ട്രാൻസ്ഫർ റോട്ടറി മോഷൻ ഫ്രം വൺ ടു അതർ. സംഭവം നമ്മൾ വിചാരിച്ചത് ഈ ഒരു ഡെഫിനിഷൻ മാത്രമല്ല, ഇത് ഇമ്പോർട്ടൻ്റ് ആയി. കാരണം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. പ്രൊവൈഡ് സ്ലിപ്പ് ഫ്രീ ഡ്രൈവ്, സ്ലിപ്പില്ലാതെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് കപ്പിൾ ചെയ്താൽ മതി, നമുക്ക് വേറൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇനി കോമ്പൻസേറ്റ് ഫോർ സ്ലൈറ്റ് മിസ് അലൈൻമെൻറ്റ് ബിറ്റ്വീൻ ദി 2 ഷാഫ്റ്റ് ആൻഡ് പ്രൊവൈഡ് ഫോർ ആക്സിൽ മൂവ്മെൻറ്റ് അലോങ് ദർ ആക്സ്. ഇപ്പോൾ ചെറിയ മിസ് അലൈൻമെൻറ്റ് ഇല്ലേ, ഇപ്പോൾ ഒരു ഷാഫ്റ്റ് ഇത് ഇവിടെ വന്ന് നടക്കുന്നുണ്ട്, ഒരു ഷാഫ്റ്റ് ഇത് ഇവിടെ വന്ന് നടക്കുന്നുണ്ട്, ചെറുതായിട്ടൊരു ആംഗുലർ മിസ് അലൈൻമെൻറ്റോ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു സ്പേഷ്യൽ മിസ് അലൈൻമെൻറ്റോ ഉണ്ടായിക്കോട്ടെ, എന്നിരുന്നാൽ കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഈ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയണം. അതാണ് കപ്ലിങ്ങിൻ്റെ പർപ്പസ്. കപ്ലിങ്സ് ആർ നോട്ട് ഷിഫ്റ്റബിൾ ബട്ട് ക്ലച്ചസ് ആർ ഷിഫ്റ്റബിൾ ഡ്യൂറിങ് വർക്ക്. നമുക്കറിയാമല്ലേ, കപ്ലിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെ ഓടിയുള്ളൂ. പക്ഷേ ക്ലച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും കൂടെ മാറ്റാം. ദിസ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി കപ്ലിംഗ് ആൻഡ് ക്ലച്ചസ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫിഗർ 1 ഷോസ് ദി പാർട്സ് ഓഫ് കപ്ലിംഗ് ആൻഡ് പൊസിഷൻ ഓഫ് ദി ഷാഫ്റ്റ് ടു ബി കപ്പിൾഡ്. 2 ഷാഫ്റ്റ് ഉണ്ടാവില്ല, നമ്മൾ ഡ്രോയിങ്ങിലൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ട്. 2 ഷാഫ്റ്റ് ഉണ്ടാവും. ആ ഷാഫ്റ്റിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, നമ്മൾ കപ്ലിംഗ് ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഷാഫ്റ്റിൻ്റെ മുകളിൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കീ വേണം അല്ലേ, കീ വേണം, അതുപോലെ തന്നെ കപ്ലിങ്ങും വേണം. പിന്നെ ഈ 2 കപ്ലിംഗ് തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ നെട്ടും ബോൾട്ടും ഉപയോഗിക്കും. ഇനി ടൈപ്പ് ഓഫ് കപ്ലിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഫസ്റ്റ് ടൈപ്പ് സ്ലിപ്പ് ടൈപ്പ് കപ്ലിംഗ്. പക്ഷേ ഇതിന് വേറൊരു പേരുണ്ട്, എന്താണ്, സേഫ്റ്റി കപ്ലിംഗ്. ഈ 2 പേരുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യുക, PC പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയി വരിക. സേഫ്റ്റി കപ്ലിംഗ് അല്ലെങ്കിൽ സ്ലിപ്പ് ടൈപ്പ് കപ്ലിംഗ്. സേഫ്റ്റി കപ്ലിംഗ് ഈസ് സെൽഫ് disengaging when the torque is higher than the friction generated by the springs and jaws. വളരെ 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 ഇമ്പോർട്ടൻ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് PS ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. സേഫ്റ്റി കപ്ലിങ്ങിൻ്റെ വേറൊരു പേരാണെന്ത്, സ്ലിപ്പ് ടൈപ്പ് കപ്ലിങ്. ഇവിടെ സ്പ്രിങ് കണ്ടില്ലേ, ഓക്കെ ആണോ, ഈ ജോസ് കണ്ടില്ലേ, നിങ്ങൾ ജോസും കണ്ടില്ലേ, നമുക്ക് നോക്കി നോക്കാം. ഇറ്റ് ഈസ് സെൽഫ് ഡിസെൻഗേജിങ് അല്ലേ, സെൽഫിൽ അത് ഡിസെൻഗേജ് ചെയ്യും. എപ്പോഴാണ് ഡിസെൻഗേജ് ചെയ്യുക, വെൻ ദി ടോർക്ക് ഈസ് ഹയർ ദാൻ ദി ഫ്രിക്ഷൻ ജനറേറ്റഡ് ബൈ ദി സ്പ്രിങ് ആൻഡ് ജോ. നമ്മൾ ഇപ്പോൾ ഇയാൾ ഡ്രിവൺ പുള്ളി നല്ലോണം സ്പീഡിൽ കറങ്ങുകയാണ് എഴുതിക്കോ, നല്ലോണം സ്പീഡിൽ കറങ്ങുക, ഇപ്പോൾ ഒരു 10,000 RPM കറങ്ങുകയാണ് എഴുതിക്കോ. അപ്പോൾ എന്ത് ചെയ്യും, ഇതിന് കുറേ പല്ലുണ്ട് അല്ലേ, ഇതിന് കുറേ പല്ലുണ്ട്, ഗ്യാപ്പുണ്ട് ഇല്ലേ, ടീത്ത് അല്ലേ. അപ്പോൾ ഈ ഗ്യാപ്പിലേക്കാണ് എന്ത് ചെയ്യുക, ഈ പല്ല് കയറി ഇറങ്ങിയിരിക്കുക അല്ലേ. അപ്പോൾ ഇത് 10,000 RPM വരെ വലിയ കുഴപ്പമില്ലാന്ന് എഴുതിക്കോ. പക്ഷെ 10,000 കൂടുതൽ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇയാൾ സ്ലിപ്പാവില്ലേ. കാരണം എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ഈ സ്പ്രിങ്ങും ജോയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ പരസ്പരം കൂട്ടിമുട്ടിഞ്ഞ് നിർത്തുന്നത്. പക്ഷേ 10,000 അധികം ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇയാൾക്ക് തമ്മിൽ പിടിച്ചാൽ കിട്ടാത്ത ടോർക്കാണ് അല്ലേ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, സെൽഫി ഡിസെൻഗേജ് ചെയ്യും. അതാണ് ഇമ്പോർട്ടൻ്റ് ആണ്. ദി പാർട്സ് ആൻഡ് പൊസിഷൻ ഓഫ് എ സേഫ്റ്റി കപ്ലിംഗ് ആർ ഷോൺ ഇൻ ഫിഗർ.
ഡ്രിവൺ ഷാഫ്റ്റ് ഉണ്ട്, അതിൻ്റെ സ്പ്രിങ് ഉണ്ട്. ഈ ഗൈഡ് പിൻ ഇമ്പോർട്ടൻ്റ്, കാരണം എന്ത് ചെയ്യും, ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ ഷാഫ്റ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു ഹോളോ ആണ്, ഇതിൻ്റെ ഷാഫ്റ്റ് ഇങ്ങനെ ഒരു ഹോളോ ആണ്, അതിലേക്കാണ് എന്ത് ചെയ്യുക, ഈ ഗൈഡ് പിന്ന് ഇറങ്ങിയിരിക്കുക. ഓക്കെ ആണോ? ഗൈഡ് പിന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഗൈഡ് പിന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെൽഫ് ഡിസെൻഗേജ് ആവും എപ്പോൾ, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ ടോർക്ക് ഈസ് ഹയർ ദാൻ ദി ഫ്രിക്ഷൻ ജനറേറ്റഡ് ബൈ സ്പ്രിങ് ആൻഡ് ജോ മാത്രമല്ല, ഈ സ്പ്രിങ്ങിന് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേ ഈ ഫ്രിക്ഷൻ, ഈ കൂട്ടി മുട്ടിക്കുന്നതിന് നല്ല പങ്കുണ്ട്. സെൽഫ് ഡിസെൻഗേജിങ് ആണ് എപ്പോൾ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ കണ്ടില്ലേ, ഇതിൻ്റെ ഇത് എന്ത് ചെയ്യും, ഇതിൻ്റെ ഷാഫ്റ്റ് എന്ത് ചെയ്യും, ഈ ഹോളിലേക്ക് ഇറങ്ങിയിരിക്കുക ചെയ്യുക. കണ്ടോ, സോറി, ഇതിൻ്റെ ഹോളിലേക്ക് എന്ത് ചെയ്യും, ഇറങ്ങിയിരിക്കും. അതിനെ വിളിക്കണ പേരാണ് ഗൈഡ് പിന്ന്. കണ്ടില്ലോ, എപ്പോഴാണ് ഡിസെൻഗേജ് ആവുക, ഇത് 10,000 RPM വരെ ഈ ടീത്തും ഈ റീസസും തമ്മിൽ എന്ത് ചെയ്യും, ഒട്ടി പിടിച്ചിട്ട് പോകും അല്ലേ. പക്ഷേ 10,000-ന്, അതായത് ആ ടോർക്കിൻ്റെ അപ്പുറം, 10,000 ഞാൻ ജസ്റ്റ് ഒരു ഇമാജിനറി പറഞ്ഞാണ്, ആ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ വല്ലാതെ ടോർക്ക് കൂടി എന്ത് ചെയ്യും, നന്നായി സ്ലിപ്പാവും അല്ലേ. അപ്പോൾ അതുവരെ ചെറിയ സ്പീഡൊന്നും ഒന്നുമില്ല, ഇയാൾ കുഴപ്പമില്ല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗൈഡ് പിന്നിൻ്റെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴാണ് ഡിസെൻഗേജ് ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണോ? ഈ സ്പ്രിങ്ങിനും ജോസിനും, ആ ജോസിൻ്റെ ഇടയിൽ നമ്മൾ ഫ്രിക്ഷനേക്കാട്ടിലും കൂടുതൽ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും, ഇയാളെ കൊണ്ട് നടക്കില്ല, എന്നെ കൊണ്ട് കഴിയില്ല എന്നിട്ട് എന്ത് ചെയ്യും, ഇയാൾ ഇട്ടിട്ട് പോകും. അടുത്ത കപ്ലിംഗ് ആണ് പ്ലേറ്റ് കപ്ലിംഗ്, ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ ഷാഫ്റ്റ് എൻഡ്സ് ക്യാൻ ബി ബോട്ട് ഇൻ ടു പെർഫെക്റ്റ് അലൈൻമെൻറ്റ്. എപ്പോഴാണ് പെർഫെക്റ്റ് അലൈൻമെൻറ്റ് കേട്ടോ, അങ്ങനെ പക്ക അലൈൻമെൻറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കുക, പ്ലേറ്റ് കപ്ലിംഗ് ഉപയോഗിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനത്തെ കീവേഡ് ഇമ്പോർട്ടൻറ്റ്. സച്ച് ഷാഫ്റ്റ് ക്യാൻ ബി കപ്പിൾഡ് ടുഗദർ ബൈ മീൻസ് ഓഫ് പ്ലേറ്റ് കപ്ലിംഗ്. ഇമ്പോർട്ടൻ്റ് അല്ല അത്. എപ്പോൾ പെർഫെക്റ്റ് അലൈൻമെൻറ്റ്, എപ്പോൾ പ്ലേറ്റ് കപ്ലിംഗ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പെർഫെക്റ്റ് അലൈൻമെൻറ്റ് വേണം. സോറി, ദി ഷാഫ്റ്റ് കനോട്ട് ബി ഷിഫ്റ്റഡ് ഇൻ ദി ആക്സിയൽ ഡയറക്ഷൻ. ഈ ആക്സിയൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ആക്സിയൽ ഡയറക്ഷനിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഷാഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദി ഷാഫ്റ്റ് ആർ സെക്യൂർഡ് വിത്ത് കീസ് ബിറ്റ്വീൻ ഷാഫ്റ്റ് ആൻഡ് ഹബ്ബ്. ഈ ഹബിൻ്റെയും ഇതിൻ്റെ ഇടയിൽ കീ കണ്ടില്ല നിങ്ങൾ, ഈ ഫ്ലാഞ്ചിൻ്റെ ഹബിൻ്റെയും ഈ ഷാഫ്റ്റിൻ്റെ ഇടയിൽ കണ്ടില്ലേ ഈ കീ, അങ്ങനെയാണ് സെക്യൂർ ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരാണ് പ്ലേറ്റ് കപ്ലിംഗ്. പെർഫെക്റ്റ് അലൈൻമെൻറ്റ് ആണ്. പിന്നെ ഷാഫ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കാനോട്ട് ബി ഷിഫ്റ്റഡ്. 2 പോയിൻ്റ് ഇമ്പോർട്ടൻറ്റ്. ഒന്ന് ഇതിൻ്റെ പേര്, ഒന്ന് പെർഫെക്റ്റ് അലൈൻമെൻറ്റ് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. മൂന്നാമത്തെ, ദി ഷാഫ്റ്റ് കാനോട്ട് ബി ഷിഫ്റ്റഡ് ഇൻ ദി ആക്സിയൽ ഡയറക്ഷൻ. ഇൻ ദി ആക്സിയൽ ഡയറക്ഷൻ എന്നുള്ളത് കേട്ടോ. ഇനി ക്ലാമ്പ് കപ്ലിംഗ്. ദിസ് കപ്ലിംഗ് ഈസ് ബിൽട്ട് അപ്പ് 2 parts വിച്ച് ആർ കണക്റ്റിംഗ് ദി എൻഡ് ഓഫ് ദി ഷാഫ്റ്റ്. കണ്ടില്ലേ, ചിത്രം കണ്ടില്ലേ, ചിത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ പകുതി ഭാഗം നെട്ടും ബോൾട്ടും ഉണ്ടാവും, വെച്ച് മുറുക്കാത്തേ ഉള്ളൂ. ദി ക്ലാമ്പ് കപ്ലിംഗ് ജോയിൻസ് 2 ഷാഫ്റ്റ് വെൻ ദേ ആർ ഇൻ അലൈൻമെൻറ്റ് ആൻഡ് ദിസ് കപ്ലിംഗ് ഡസ് നോട്ട് പെർമിറ്റ് എനി ആക്സിയൽ മൂവ്മെൻറ്റ് ഓഫ് ദി ഷാഫ്റ്റ്. നമ്മൾ പ്ലേറ്റ് കപ്ലിങ്ങിൻ്റെ മാതിരി തന്നെ ഇതും എന്ത് ചെയ്യാൻ പറ്റില്ല, ഷാഫ്റ്റ് അങ്ങോട്ട് കൊണ്ട് പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ പോയില്ലേ, അതായത് ആക്സിയൽ ഡയറക്ഷനിൽ ഷാഫ്റ്റിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഈ 2 ഫിഗർ നോക്കുക. ദിസ് ഈസ് യൂസ്ഡ് ഓൺ ലൈൻ ഷാഫ്റ്റ് ഇൻ ടെക്സ്റ്റൈൽ മിൽസ്. ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ്. ടെക്സ്റ്റൈൽ മില്ലിൽ ഉപയോഗിക്കുന്നത് ക്ലാമ്പ് കപ്ലിംഗ് ആണ്. ടോർക്ക് ഈസ് ജനറലി ട്രാൻസ്മിറ്റ് ബൈ ഫ്രിക്ഷനാണ് എന്ത് ചെയ്യുക, ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക. സംടൈംസ് എ കീ ഈസ് യൂസ്ഡ് ഫോർ മോർ പവർ ട്രാൻസ്മിറ്റ്. ഇവിടെ നമ്മൾ കീ കണ്ടിട്ടുണ്ട്. ഇവിടെ കീയുടെ ഇത് കണ്ടില്ലേ, കീവേ കണ്ടില്ലേ, കീ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, കുറച്ചും കൂടി അടിപൊളിയായിട്ട് നമുക്ക് പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും നമ്മളെ കപ്ലിങ്സും ബെൽറ്റും ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. പിന്നെ ഫ്ലാഞ്ച് കപ്ലിങ്, ഫ്ലെക്സിബിൾ കപ്ലിങ്, അതെല്ലാം ഉണ്ട്. ഫ്ലെക്സിബിൾ കപ്ലിങ്ങിൻ്റെ പേരുകളുണ്ട്, അതെല്ലാം ജസ്റ്റ് നമുക്ക് നിങ്ങളുടെ ബുക്കിൽ തന്നത് മാക്സിമം പഠിക്കണം. പിന്നെ ഈ കപ്ലിങ്ങിൽ നിന്ന് നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ, എന്താണ് മഫ് കപ്ലിങ്, എന്താണ് ഫ്ലാഞ്ച് കപ്ലിങ്, അതായത് നമ്മൾ ഓവർസ് ഗ്രേഡ് എക്സാമിനൊക്കെ ചോദിക്കും, ഫ്ലെക്സിബിൾ കപ്ലിങ്ങിൽ വരുന്നത് ഏത്, വരാത്തത് ഏതെന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ ഒരു 10 ക്വസ്റ്റ്യനും പിന്നെ ഈ തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഇനി അടുത്ത ടോപ്പിക്കാണ് പമ്പ്. എ പമ്പ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മൂവ് ഫ്ലൂയിഡ് സച്ച് ആസ്, വെറും ലിക്വിഡിനെ മാത്രമല്ല കേട്ടോ, ലിക്വിഡ്, ഗ്യാസസ്, സ്ലറീസ്, ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പമ്പ് ഉപയോഗിച്ചിട്ട് മൂവ് ചെയ്യാം. സ്ലറീസ്, ഗ്യാസസ് കേട്ടോ. നമ്മൾ ഈ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷനിലൊക്കെ എന്താ നമ്മൾ ഉപയോഗിക്കുക, പമ്പ് തന്നെ ഉപയോഗിക്കുക കേട്ടോ. കംപ്രസർ, പമ്പ്, ഈ 2 ഉപയോഗിക്കുക.
It increases the mechanical energy of the fluid. The additional energy can be used to increase the velocity, pressure, elevation. നമുക്ക് നോക്കി നോക്കാം. എനർജി ഫ്രോം ദി പ്രൈം മൂവർ. നമുക്കൊരു മോട്ടറോ എഞ്ചിനൊക്കെ ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യും, നേരെ പമ്പിലേക്ക് കൊടുക്കും. പമ്പിൽ എന്താ ഉണ്ടാവുക, ഈ സക്ഷൻ്റെ അവിടെ എന്ത് ചെയ്യും, ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. അതെന്ത് ചെയ്യും, നമ്മൾ നേരെ പ്രഷർ എനർജിയായി മാറും. എന്നിട്ട് പമ്പിൻ്റെ ഉള്ളിൽ എത്തി എന്ത് ചെയ്യും, ഈ കൈനറ്റിക് അത് ഡിസ്ചാർജ് ആക്കി മാറ്റും. എന്നിട്ട് അത് പ്രഷറിൽ ഡിസ്ചാർജ് ആവും. നമുക്കിത് വായിക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഞാൻ ആദ്യം ഈ ഫ്ലോ ഡയഗ്രാമും ഒരുപാട് സമയം കാണുന്നത്, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. വായിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും. ജസ്റ്റ് സിമ്പിളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെൻട്രിഫ്യൂജൽ പമ്പിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നോക്കി നോക്കാം. ലിക്വിഡ് സക്ക് ത്രൂ ദി സക്ഷൻ പൈപ്പ്. ഡേർട്ടി പാർട്ടിക്കിൾസ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ ഫൂട്ട് വാൽവ് ആൻഡ് സ്ട്രെയിനർ. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫൂട്ട് വാൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ, വൺ വേ വാൽവാണ്. ഒരു സാധനം ഇവിടെ ഉണ്ടാവും, ഒരു ഹിഞ്ച് ഇവിടെ ഉണ്ടാവും. വെള്ളം കയറുമ്പോൾ എന്ത് ചെയ്യും, ഇയാൾ മേപ്പോട്ട് പൊന്തും. വെള്ളം കയറുമ്പോൾ എന്ത് ചെയ്യും, ഇയാൾ ഇത് ഇങ്ങനെ പൊങ്ങും. ഓക്കെ ആണോ? അപ്പോൾ ഇതിലൂടെ എന്ത് ചെയ്യും, വെള്ളം കയറും. ഫുൾ വാൽവിൻ്റെ ഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇയാൾ വെള്ളം കയറുമ്പോൾ എന്ത് ചെയ്യും, ഇയാൾ ഇങ്ങനെ നിൽക്കും. വെള്ളം കയറുമ്പോൾ ഇയാൾ ഇങ്ങനെ നിൽക്കുക. ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കയറും. ഇനി വെള്ളം ഇറങ്ങുന്ന ടൈമിൽ എന്ത് ചെയ്യും, വെള്ളം ഇതിൻ്റെ പുറത്തേക്ക് വന്ന് വീഴുമ്പോൾ ഇയാൾ പഴയ പോലെ ഇത് ഇങ്ങനെ നിൽക്കും. സ്ട്രെയിനർ എന്തിനാ, വലിയ പാർട്ടിക്കിൾസിനൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ ഐ ഓർ ദി ഇമ്പല്ലർ ലിക്വിഡ് ഈ സക്ക്. ഈ ഐ അങ്ങനെ എന്താ, ഇതാണ് ഐനെ വിളിക്കും കേട്ടോ. ദി ലിക്വിഡ് ഈ സക്ക് ആൻഡ് പാസസ് ത്രൂ ദി വെയിൻസ്. ഈ വെയിൻസ്, ഇമ്പല്ലറിൻ്റെ വെയിൻസ് കൂടെ എന്ത് ചെയ്യും, ഇയാൾ പോകും. ആൻഡ് പ്രഷറൈസ്ഡ് ലിക്വിഡ്സ് കംസ് ബിറ്റ്വീൻ ഇമ്പല്ലർ ആൻഡ് കേസിങ്. ഇതിന് ചുറ്റും എന്ത് ചെയ്യും, നല്ല ടൈറ്റായിട്ടുള്ള വാട്ടർ ടൈറ്റായിട്ടുള്ള ഒരു കേസിങ് ഉണ്ടല്ലേ, നല്ല ഇരുമ്പിൻ്റെ ഒരു ചട്ടക്കൂടുണ്ട്. അതിൻ്റെയും ഈ ഇമ്പല്ലറിൻ്റെ ഇടയിൽ കിടന്നിട്ട് എന്ത് ചെയ്യും, ഈ ലിക്വിഡ് അങ്ങോട്ട് പ്രഷറൈസ് ആവും. ആൻഡ് ഡെലിവറി പൈപ്പ് കൂടെ എന്ത് ചെയ്യും, ഇയാൾ പോവും. ഓക്കെയാണോ? ഫുഡ് വാൽവ് ഈസ് വൺ ടൈപ്പ് ഓഫ് നോൺ റിട്ടൈൽ വാൽവ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫുഡ് വാൽവ് എന്താണ്, നോൺ റിട്ടൈൽ വാൽവാണ്. ഓർ വൺ വേ വാൽവ്, അല്ലെങ്കിൽ വൺ വേ വാൽവ് മാത്രമാണ്. ലിക്വിഡ് ഗോസ് ത്രൂ ഇറ്റ് ഫ്രം സമ്പ് ടു സക്ഷൻ പൈപ്പ് ബട്ട് ഡസ് നോട്ട് കം ബാക്ക്. ഒരിക്കലും എന്തില്ല, റിവേഴ്സ് വരത്തില്ല. അപ്പോൾ വൺ വേ വാൽവാണ്, അല്ലെങ്കിൽ നമ്മൾ നോൺ റിട്ടൈൽ വാൽവാണ്. ഇമ്പോർട്ടൻ്റ്, ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി പമ്പിൻ്റെ ആവശ്യം എന്താ, പമ്പ് എ ലിക്വിഡ് ഫ്രം ലോവർ പ്രഷർ ഏരിയ ടു ഹയർ പ്രഷർ ഏരിയ. നമ്മൾ കുന്നിൻ്റെ മുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വെള്ളം അടിച്ച് കയറ്റാനോ എന്തെങ്കിലുമൊക്കെ കിട്ടും. ടു ഇൻക്രീസ് ദി ഫ്ലോ റേറ്റ് അല്ലേ, നമുക്ക് ചെറിയ സമയത്തിനുള്ളിൽ പെട്ടെന്നൊരു വെള്ള ടാങ്ക് നിറക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബക്കറ്റ് കൊണ്ട് ഒഴിക്കണേക്കാട്ടും ഭേദം വലിയൊരു പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്യണം അല്ലേ. ടു മൂവ് ലിക്വിഡ് ഫ്രം ലോവർ എലിവേഷൻ ടു ഹയർ എലിവേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ് ഡൈനാമിക് പമ്പ്? ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും, പക്ഷേ ഇനി പറയുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല. എന്താണ് ഡൈനാമിക് പമ്പ്, എന്താണ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്, എന്താണ് സബ്മേഴ്സിബിൾ പമ്പ്, എന്താണ് ജെറ്റ് പമ്പ്, ഇതൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ. ഡൈനാമിക് പമ്പ്. ഇൻ ഡൈനാമിക് പമ്പ് എനർജി ഈസ് ആഡഡ് ടു ദി ഫ്ലൂയിഡ് കണ്ടിന്യൂസ്ലി ത്രൂ ദി റോട്ടറി മോഷൻ ഓഫ് ദി ബ്ലേഡ്. ഈ ബ്ലേഡിൻ്റെ റോട്ടറി മോഷനായിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ കംപ്ലീറ്റ് എനർജി എന്ത് ചെയ്യും, നമ്മൾ ഈ ലിക്വിഡിന് കൊടുക്കും, അല്ലെങ്കിൽ ഫ്ലൂയിഡിന് കൊടുക്കും, തുടർച്ചയായിട്ട് കൊടുക്കും. ദിസ് ഇൻക്രീസ് ദി എനർജി കൺവേർട്ടഡ് ടു ഗെയിൻ പ്രഷർ എനർജി വെൻ ദി ലിക്വിഡ് ഈസ് അലൗഡ് ടു പാസ് ത്രൂ ദി ആൻഡ് ഇൻക്രീസ്ഡ് ഏരിയ. നമ്മൾ നേരെ ഡെലിവറിക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, ഇത് നേരെ നമുക്കൊരു ഹെഡായിട്ട് കിട്ടും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് വോളിയം ഫ്ലോ റേറ്റ്? എല്ലാവർക്കും അറിയണ്ടാവില്ല. വോളിയം റേറ്റ്, ഫ്ലോ റേറ്റ് ഓർ കപ്പാസിറ്റി ഓഫ് എ പമ്പ് ഈസ് ദി എമൗണ്ട് ഓഫ് ലിക്വിഡ് ഡെലിവേർഡ് ബൈ ദി പമ്പ് പെർ യൂണിറ്റ് ടൈം. അതായത് ഒരു മണിക്കൂറിനെ നമുക്ക് എന്ത് വിളിക്കുക, യൂണിറ്റ് ടൈം. ഒരു മണിക്കൂറിൽ എത്ര വെള്ളം പുറത്ത് പോയി, അത്ര വെള്ളം ഇവിടെ നമ്മൾ ഉപയോഗിക്കുക മീറ്റർ ക്യൂബിൽ അല്ലേ, വോളിയം അല്ലേ, മീറ്റർ ക്യൂബ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ടൈം ഹവർ ആണോ. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്, വോളിയമെട്രിക് ഫ്ലോ റേറ്റ്. അത് ഇപ്പോൾ 10 മീറ്റർ ക്യൂബ് ഒരു മണിക്കൂറിൽ തള്ളുകയാണെങ്കിൽ ആ പമ്പ് നല്ല പമ്പാണ്. പക്ഷേ 5 മീറ്റർ ക്യൂബേ തള്ളുള്ളൂ എന്നുണ്ടെങ്കിൽ എന്താ, പമ്പിന് പകുതി കപ്പാസിറ്റി ഉള്ളൂ അല്ലേ. വോളിയമെട്രിക് എഫിഷ്യൻസി അല്ലെങ്കിൽ വോളിയമെട്രിക് ഫ്ലോ റേറ്റ് കേട്ടോ. എന്താണ് ടോട്ടൽ ഹെഡ്? ടോട്ടൽ ഹെഡ്, സെക്ഷൻ ഹെഡൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോട്ടൽ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടേം ദാറ്റ് ഡിഫൈൻസ് ഫ്രം ഹൗ ഹൈ ദി പമ്പ് ക്യാൻ ലിഫ്റ്റ് എ ലിക്വിഡ് ഓർ പ്രഷർ ഇൻ ടേംസ് ഓഫ് ഹൈറ്റ്. എത്രത്തോളം ഉയരത്തിലേക്ക് ഇതാക്കാം, ഈ വെള്ളത്തിന് പമ്പ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. അത് എൻ്റെ വീട് ഇവിടെ ഉണ്ട്, എൻ്റെ പമ്പ് ഇവിടെ ഉണ്ട്, എൻ്റെ കിണർ ഇതാ ഇവിടെയാണ്. അപ്പോൾ ഈ കിണറിൽ ഇത്ര വരെ വെള്ളമുള്ളൂ. അപ്പോൾ സക്ഷൻ ഹെഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, സക്ഷൻ ഹെഡ് എന്ന് പറയുമ്പോൾ ഈ പമ്പിൻ്റെ ഇവിടെ മുതൽ
അല്ലേ, ഇവിടെ മുതൽ ഇത് കിണറിൻ്റെ ഇതുവരെയുള്ളതാണ് സെക്ഷൻ ഹെഡ്. ഇതാണ് സെക്ഷൻ ഹെഡ്, ഇതുവരെയുള്ളതാണ് സെക്ഷൻ ഹെഡ്. കിണറിൻ്റെ ഈ വെള്ളത്തിൻ്റെ ലെവലുകളിലാണ് എവിടെയാണ് ഫുട്ബോൾ ഉള്ളത് അതുവരെ സെക്ഷൻ ഹെഡ്. പക്ഷേ ഡെലിവറി ഹെഡ് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ടാങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതുവരെയുള്ളതാണ് ഡെലിവറി ഹെഡ് അല്ലേ. ഇതാണ് ഡെലിവറി ഹെഡ്, ഇതാണ് സെക്ഷൻ ഹെഡ്, ഇതാണ് സെക്ഷൻ ഹെഡ്. പക്ഷേ ടോട്ടൽ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, പമ്പ് മുതൽ വീട് വരെയുള്ളതല്ല, എന്താണ് ഈ കിണർ മുതൽ വീടിൻ്റെ മുകളിൽ ടാങ്ക് ഇരിക്കുന്ന വരെയുള്ളതാണ് ഇത് ടോട്ടൽ ഹെഡ്. അതായത് സെക്ഷൻ ഹെഡ് പ്ലസ് ഡെലിവറി ഹെഡാണ് ഇത് ടോട്ടൽ ഹെഡ്. അപ്പോൾ ഒരിക്കൽ ടോട്ടൽ ഹെഡ് പറഞ്ഞാൽ ഇറ്റ് ഇസ് ടേം ദാറ്റ് ഡിഫൈൻ ഹൗ ഹൈ ദി പമ്പ് ക്യാൻ ലിഫ്റ്റ് എ ലിക്വിഡ് പ്രഷർ ഇൻ ടേംസ് ഓഫ് ഹൈറ്റ്. PSC പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഹെഡ് ഈക്വൽ ടു സെക്ഷൻ ഹെഡ് പ്ലസ് ഡെലിവറി ഹെഡ്. ഇനി എന്താണ് ഹൈഡ്രോളിക് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ട്രാൻസ്മിറ്റ് ബൈ ദി പമ്പ് ടു ദി ലിക്വിഡ് അല്ലെ. പമ്പ് ലിക്വിഡിലേക്ക് കൊടുക്കുന്നതാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. പവർ ട്രാൻസ്മിറ്റ് ബൈ പമ്പ് ടു ദി ലിക്വിഡ് അല്ലേ, ടു ദി ലിക്വിഡിലേക്കുള്ളതാണ്. ഇനി വാക്വം പ്രഷർ ലോവർ ദാൻ അറ്റ്മോസ്ഫിയർ പ്രഷർ അല്ലേ. അതായത് ഗേജ് പ്രഷർ ഉണ്ട്, അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട്, വാക്വം പ്രഷർ ഉണ്ട്. വാക്വം പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടിലും അടിയിലുള്ള പ്രഷർ നമുക്ക് വിളിക്കാം വാക്വം പ്രഷർ എന്ന് വിളിക്കാം. ഇത് PATM ഇവിടെ ഉണ്ട് എഴുതിക്കോ, അതിൻ്റെ അടിയിലുള്ള പ്രഷർ നമുക്ക് എന്ത് വിളിക്കാം, P വാക്വം എന്ന് വിളിക്കാം. ഇനി നോക്കിക്കോളൂ, ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പറയാം, നമ്മൾ പറഞ്ഞില്ലേ എന്താണ് ടോട്ടൽ ഹെഡ്, ഇതാണ് ടോട്ടൽ ഹെഡിലെ ടോട്ടൽ ഹെഡ് എവിടെ മുതൽ, ഇവിടെ മുതൽ ഇതുവരെ. അതായത് സെക്ഷൻ ഹെഡ്, സ്റ്റാറ്റിക് സെക്ഷൻ ഹെഡ് പമ്പിൻ്റെ സെൻറ്റർ മുതൽ നമ്മൾ കിണർ വരെ. ഇനി ഡെലിവറി ഹെഡ് പറഞ്ഞാൽ പമ്പിൻ്റെ സെൻറ്റർ മുതൽ നമ്മൾ വീടിൻ്റെ ടാങ്ക് എവിടെ ഇരിക്കണം അതുവരെ. ഇത് രണ്ടും കൂടി കൂട്ടി നമുക്ക് എന്ത് വിളിക്കാം, ടോട്ടൽ ഹെഡ് എന്ന് വിളിക്കാം. നമ്മൾ പറഞ്ഞതാണ്. ഇനി ഈ ഒരു ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പമ്പിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കാം. ടൈപ്സ് ഓഫ് പമ്പ് എന്തൊക്കെയുണ്ട്, മെയിനായിട്ട് എന്തൊക്കെയുണ്ട്, ഡൈനാമിക് പമ്പുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പുണ്ട്. ഡൈനാമിക് പമ്പ് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുക, അതിലേക്ക് ഫ്ലൂയിഡിലേക്ക് എനർജി കൊടുക്കുക അല്ലേ. അതെന്താണ്, സെൻട്രിഫ്യൂജൽ പമ്പുണ്ട്, ആക്സിയൽ പമ്പുണ്ട്. ഈ സെൻട്രിഫ്യൂജൽ പമ്പിനെ നമുക്ക് എന്ത് ചെയ്യാം, റേഡിയൽ ഫ്ലോയും അതുപോലെ മിക്സഡ് ഫ്ലോയും ആക്കി കൺവേർട്ട് ചെയ്യാം. ഈ മിക്സഡ് ഫ്ലോയിൽ തന്നെ എന്തുണ്ട്, വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ടൈപ്പും ഉണ്ട്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, റോട്ടറി പമ്പിനെയും റെസിപ്രോക്കറ്റിംഗ് പമ്പിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ് എന്ന്, ആ പേര് പോലെ തന്നെ ഡിസ്പ്ലേസ് ചെയ്യാണ് ചെയ്യുക. ഈ റെസിപ്രോക്കറ്റിംഗ് പമ്പിൽ പിസ്റ്റൺ പമ്പുണ്ട്, ഡയഫ്രം പമ്പുണ്ട്. ഇനി പക്ഷേ റോട്ടറി പമ്പിൽ നമുക്കറിയാം ഗിയർ പമ്പ്, വെയിൻ പമ്പ്, ലോബ് പമ്പ്, സ്ക്രൂ പമ്പ്, ഇവരാകെ 3 എഴുതിയിട്ടുള്ളൂ കേട്ടോ. 7 ഉണ്ട്. ഗിയർ, വെയിൻ, ലോബ്, ഇൻറ്റേർണൽ ഗിയർ, എക്സ്റ്റേണൽ ഗിയർ, ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇനി അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ എങ്ങനെ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലോബ് പമ്പ് എന്തിൻ്റെ അണ്ടറിലാന്ന് ചോദിക്കും, റോട്ടറി പമ്പാണോ ഡൈനാമിക് പമ്പാണോ, അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് അങ്ങനെ ചോദിക്കാം കേട്ടോ. PSC ചോദിച്ചിട്ടുണ്ട്, കൂട്ടത്തിൽ പെടാത്ത എന്ന് ചോദിക്കും. ഈ സെൻട്രിഫ്യൂജൽ പമ്പും കൊടുക്കും, മറ്റേ റെസിപ്രോക്കറ്റിംഗ് പമ്പ്, ഈ സെൻട്രിഫ്യൂജൽ പമ്പും പിസ്റ്റൺ പമ്പും ഡയഫ്രം പമ്പും ഈ ലോബ് പമ്പും കൊടുക്കും. അപ്പോൾ ഏതാണ് അതിൽ, ഈ ഡൈനാമിക് പമ്പിൻ്റെ കേസിലാണ് സെൻട്രിഫ്യൂജൽ പമ്പ്, ബാക്കിയെല്ലാം എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പാണ് കേട്ടോ. അങ്ങനെയാണ് ചോദിക്കുക. ഈ ഒരു ഫ്ലോ ഡയഗ്രാമിൽ നിന്ന് മിനിമം 1 മാർക്കിന് ചോദിക്കും. ഇനി പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് പമ്പ്, ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാമിൽ നിന്ന് ഈ ഒരു ടേബിളിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രന്ഥകർത്താവ് ഈ ബുക്ക് വായിച്ചിട്ടില്ല എന്നർത്ഥം. കാരണം ഇതാണ് പമ്പ് ഓപ്പറേറ്ററിൻ്റെ ബുക്ക്. ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ അല്ല, നിമ്മിയുടെ സൈറ്റിൽ വാങ്ങാൻ കിട്ടുന്നില്ല. നമുക്ക് നോക്കി നോക്കാം. പിസ്റ്റൺ പമ്പില്ലേ, പിസ്റ്റൺ പമ്പ് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു. നമ്മൾ ഗ്രാമീണ റോഡുകളിലെ വക്കിലൊക്കെ ഈ പിസ്റ്റൺ പമ്പ് ഉണ്ടായിരുന്നു. ഫോർ ലോ ഹെഡ് ആൻഡ് മോർ ഡിസ്ചാർജ്, ചെറിയ ഹെഡ് കിട്ടുള്ളൂ, അതായത് വല്ലാണ്ട് ഉയരത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പമ്പ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ നല്ല ഡിസ്ചാർജ് ഉണ്ടാവും. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഫസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ പ്ലഞ്ചർ പമ്പ്, പക്ഷേ ഇതിനെന്താ ഹൈ ഹെഡ് കിട്ടും, പക്ഷേ ഡിസ്ചാർജ് എന്താണ്, കുറവാണ്. ഓക്കെ ആണോ. മാത്രമല്ല ഇതെന്തിനാ, കട്ടി കൂടിയപ്പോൾ വെളിച്ചെണ്ണൊക്കെ പമ്പ് ചെയ്യണമെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്ലഞ്ചർ പമ്പ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മളെ വർക്ക്ഷോപ്പിലൊക്കെ ഓയിൽ ഉണ്ടല്ലോ, ഓയിൽ പമ്പ് ചെയ്യണ പമ്പ് കണ്ടിട്ടില്ലേ, അതാണ് പ്ലഞ്ചർ പമ്പ്. സിമ്പിളല്ലേ, മനസ്സിലായോ. നല്ല ഹെഡ് കിട്ടും, പക്ഷേ ലോസ് ഡിസ്ചാർജ്, ഒരുപാട് തവണ എന്ത് ചെയ്യണം, ആ ടാങ്ക് ഇങ്ങനെ അടിക്കണം, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡിസ്ചാർജ് കിട്ടത്തുള്ളൂ. ഇനി ബക്കറ്റ് പമ്പ് ഫോർ ലോ ഹെഡ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ മാനുവൽ ഓപ്പറേഷനും ലോ ഹെഡ്. ഇനി സെൻട്രിഫ്യൂജൽ പമ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, ഫോർ കണ്ടിന്യൂസ് ഫ്ലോ ഹൈ ഡിസ്ചാർജ്, പക്ഷേ ലോ ഹെഡാണ്, വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ഹെഡാണ് സെൻട്രിഫ്യൂജൽ പമ്പ്.
ഈ ഒരു പോയിന്റ് നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ പ്രകാരം നമുക്ക് തെറ്റിപ്പോകും. നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പാണല്ലോ, പിന്നെ എന്താ ലോ ഹെഡ്. എൻ്റെ വീട്ടിൽ 2 നിലക്ക് എത്തണ്ടല്ലോ എന്ന് അങ്ങനെ വിചാരിക്കാൻ പറ്റത്തില്ല. ലോ ഹെഡാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്. ഇനി മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്താ ഹൈ ഡിസ്ചാർജ് ആണ് കേട്ടോ. മൾട്ടി സ്റ്റേജ് സെൻട്രിഫ്യൂഗൽ പമ്പ് ഇത് ഹൈ ഹെഡും ഹൈ ഡിസ്ചാർജും. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താ ഇപ്പോൾ ഹൈ ഹെഡ് ഇവിടെ കൊടുക്കാത്തതെന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഇപ്പോൾ അതാ ഇവിടെ ഉണ്ട്, അടിയിലുണ്ട് മൾട്ടി സ്റ്റേജ്. ഇത് രണ്ടും കൂടി ടേബിളാട്ടോ. ഹൈ ഹെഡും ഹൈ ഡിസ്ചാർജും ആണ്. റോട്ടറി പമ്പ് എന്താണ് വിസ്കസ് ഫ്ലൂയിഡിലേക്ക് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. നമ്മളെ കട്ടി കൂടിയ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനൊക്കെ പമ്പ് ചെയ്യാൻ വേണ്ടി നമ്മളെന്ത് ഉപയോഗിക്കുക, റോട്ടറി പമ്പ് ഉപയോഗിക്കുക. റോട്ടറി പമ്പ് ഏതൊക്കെ ഉണ്ട്, വെയിൻ പമ്പ്, ഗിയർ പമ്പ്, ലോ പമ്പ്, സ്ക്രൂ പമ്പ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് അല്ലേ. റെസിപ്രോക്കേറ്റിംഗ് സിമ്പിളായിട്ട് വർക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലഞ്ചർ ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ പിസ്റ്റൺ ടൈപ്പും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് പിസ്റ്റൺ പറയാം. പിസ്റ്റൺ ആകുമ്പോൾ നമ്മളൊരു പ്രൈം മൂവർ ഉണ്ട് അല്ലേ, അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സെൻട്രിക് ആക്കിയിട്ട് നമ്മൾ ആ മെക്കാനിസം പഠിച്ച മാതിരി എന്ത് ചെയ്യും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് കറങ്ങുമ്പോൾ ഈ ഒരു ഇതിനെന്ത് ചെയ്യും, ഈ ലിങ്കേജിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ വലിക്കണ രൂപത്തിലാണ് കറക്കുക. അതായത് ഇവിടെ മാത്രമാണ് പിവറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പിസ്റ്റൺ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഈ പിസ്റ്റൺ പിന്നിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യും. വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഈ വൺ വേ വാൽവ് തുറന്നിട്ട് എന്ത് ചെയ്യും, ലിക്വിഡ് എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കും. ഓക്കെ ആണോ? എന്നിട്ട് ഈ പിസ്റ്റൺ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, അപ്പോഴേക്ക് ഈ വാൽവ് അടഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല പ്രഷർ ഉണ്ടാവില്ലേ, പ്രഷർ ഉണ്ടാകുമ്പോൾ ഈ ഡെലിവറി വാൽവിനെ തുറന്നിട്ട് എന്ത് ചെയ്യും, ഈ ലിക്വിഡ് പുറത്ത് പോകും. എല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ ജസ്റ്റ് സിമ്പിളായി പറഞ്ഞു എന്നുള്ളൂ. പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടുന്നോ നമുക്ക് എന്ത് ചെയ്യാം, വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. പമ്പ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് അത് ഇൻട്രൊഡക്ഷൻ ആണ്. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഈസ് എ ഡിവൈസ് വിച്ച് ദി ലിക്വിഡ് ഈസ് ട്രാൻസ്ഫേർഡ് പോസിറ്റീവ്ലി ബൈ ടു ആൻഡ് ഫ്രോ മോഷൻ. അതായത് പിസ്റ്റൺ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ടുമാണ് മൂവ് ചെയ്യുക. പിസ്റ്റണോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്ലഞ്ചറോ ഉപയോഗിക്കാം കേട്ടോ. ഇഫ് ദി പമ്പ് ഹാവ് പിസ്റ്റണുള്ള പമ്പാണെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം പിസ്റ്റൺ പമ്പ് എന്ന് വിളിക്കാം. ഇനി പ്ലഞ്ചർ ആണെങ്കിൽ എന്ത് വിളിക്കാം, പ്ലഞ്ചർ പമ്പ് എന്ന് വിളിക്കാം. അപ്പോൾ പ്ലഞ്ചർ പമ്പ്, പിസ്റ്റൺ പമ്പും റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ദി റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ആർ ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. ഒരുപാടൊന്നുമില്ല, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അക്കോർഡിംഗ് ടു സക്ഷൻ ഓഫ് ദി ഹെഡ്, സക്ഷൻ ഓഫ് ദി ലിക്വിഡ്. സക്ക് ചെയ്യണതിന് സിംഗിൾ ആക്ടിങ് ആണോ ഡബിൾ ആക്ടിങ് ആണോ കേട്ടോ. ഞാൻ എൻ്റെ ചിത്രം ഞാൻ വരച്ചു തരാം. സിംഗിൾ ആക്ടിങ് ആണെങ്കിൽ പണ്ട് കാലത്തുള്ള, ഡബിൾ ആക്ടിങ് ആണെങ്കിൽ ഒന്നുകൂടി എഫിഷ്യൻ്റ് ആണ് കേട്ടോ. ഇനി അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ്, എല്ലാവർക്കും അറിയില്ലേ, സിംഗിൾ സിലിണ്ടറും ഡബിൾ സിലിണ്ടറും. അത് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ വേറൊരു സ്ലൈഡർ കാങ്ക മെക്കാനിസം കൂടി കൊടുക്കാം. ഇനി ട്രിപ്പിൾ സിലിണ്ടർ പമ്പ്, ഡബിൾ സിലിണ്ടർ, ട്രിപ്പിൾ സിലിണ്ടർ പമ്പ്, അങ്ങനെ 3 ഉണ്ട് കേട്ടോ. അക്കോർഡിംഗ് ടു എക്സിസ്റ്റൻസ് ഓഫ് എയർ വെസൽ നമുക്കറിയാം അല്ലേ. എയർ വെസലിന് 2-3 ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. വിത്തൗട്ട് എയർ വെസലും വിത്ത് എയർ വെസലും. ഇനി എയർ വെസൽ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ അതിൻ്റെ ഒരു വർക്കിംഗ് ഞാൻ വരച്ചു തരാം. സിംഗിൾ ആക്ടിങ് പിസ്റ്റൺ പമ്പ് ഓർ പ്ലഞ്ചർ പമ്പ്, ഇതാണ് സിംഗിൾ ആക്ടിങ്. ഈ ചിത്രത്തിൽ കൊടുത്താണ് സിംഗിൾ ആക്ടിങ്. അതിന് എന്തൊക്കെ ഉണ്ടാവുക, ഒരു സിലിണ്ടർ ഉണ്ടാവും. ഈ സാധനമാണ് ഇത് സിലിണ്ടർ അല്ലേ, ഒരു സിലിണ്ടർ ഉണ്ടാവും. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സിലിണ്ടർ, പിസ്റ്റൺ, 1 സിലിണ്ടർ 2 പിസ്റ്റൺ. നമുക്കറിയാം, സിമ്പിളാണ്, നമുക്കറിയാം. പിസ്റ്റൺ ഉണ്ടാവും, പിന്നെ കണക്റ്റിംഗ് റോഡ്, പിസ്റ്റൺ റോഡ് അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഉണ്ടാവും, ഒരു ഡ്രൈവിംഗ് യൂണിറ്റ് ഉണ്ടാവും, പിന്നെ സക്ഷനും ഡെലിവറി പൈപ്പ് ഉണ്ടാവും. സക്ഷൻ ആൻഡ് ഡെലിവറി വാൽവ്, ഇതൊക്കെ എന്താ വൺ വേ വാൽവ് ആട്ടോ. ഇഫ് ദി പമ്പ് ഈസ് പ്രൊവൈഡ് വിത്ത് എ പിസ്റ്റൺ ഇറ്റ് ഈസ് കാൾഡ് പിസ്റ്റൺ പമ്പ്. ഇറ്റ് ഈസ് പ്രൊവൈഡ് വിത്ത് പ്ലഞ്ചർ ഇറ്റ് ഈസ് കാൾഡ് പ്ലഞ്ചർ പമ്പ്. നമുക്ക് നോക്കി വെക്കാം. സക്ഷൻ സ്ട്രോക്കിൽ വർക്കിംഗ് ആണ്. When the crank rotates at uniform speed by a prime mover, the piston or plunger move to and from. അതായത് ഇത് കാരണം എന്ത് ചെയ്യും, ഈ പിസ്റ്റൺ അങ്ങോട്ടും മൂവ് ചെയ്യും. വെൻ ദി പ്ലഞ്ചർ ഓഫ് പിസ്റ്റൺ മൂവ്സ് ഔട്ട്വേർഡ്, നമ്മൾ ആദ്യം പറഞ്ഞില്ല, പുറത്തോട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കോസ് എ വാക്യൂം ഇൻ ദി സിലിണ്ടർ. ദി അറ്റ്മോസ്ഫിയർ പ്രഷർ ആക്ടിങ് ഓൺ ദി സർഫസ് ഓഫ് ദി വാട്ടർ ഇൻ ദി സമ്പ് ഫോഴ്സസ് ദി, അതായത് ഇവിടെ വാക്യൂം ആക്ട് ചെയ്യും. അപ്പോൾ ഈ കുളത്തിൻ്റെ മുകളിലത്തെ വെള്ളത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ടല്ലേ, അറ്റ്മോസ്ഫിയർ പ്രഷർ വാക്യൂം പ്രഷറിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യും, കുറഞ്ഞ സ്ഥലത്തേക്ക് ഈ ലിക്വിഡോ ഫ്ലൂയിഡോ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി കേട്ടോ.
The force flowing water opens suction valve and flows into the cylinder. Same time the delivery valve is closed by the force of water on the delivery pipe. Since the liquid suction during the operation, it is known as suction stroke. ഇതിന് എന്തെങ്കിലും suction stroke എന്ന് വിളിക്കും. ഡെലിവറി സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ during this stroke the piston moves from right to left. എന്ത് ചെയ്യും? ഉള്ളിലോട്ട് ഇങ്ങോട്ടോ മൂവ് ചെയ്യുക, കാരണം പ്രഷർ ചെയ്യല്ലേ വേണ്ടത്. On the inward stroke, the liquid pressure in the cylinder അതായത് ഉള്ളിലെ പ്രഷർ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടിലും കൂടും. ബൈ ദി ഫോഴ്സ് ഓഫ് ദി വാട്ടർ സക്ഷൻ വാൽവ് ഈസ് ക്ലോസ്ഡ്. അപ്പോൾ എന്ത് ചെയ്യും? വാട്ടർ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? സക്ഷൻ വാൽവ്, ഈ വാൽവ് ക്ലോസ് ചെയ്യും, പക്ഷേ ഡെലിവറി വാൽവ് എന്ത് ചെയ്യും? ഓപ്പൺ ആവുക ചെയ്യാം കേട്ടോ. then the high pressure liquid is the delivery valve is opened, then the high pressure liquid is discharged through the delivery pipe. This stroke is called delivery stroke. അപ്പോൾ suction stroke ഉണ്ട്, delivery stroke ഉണ്ട്. The suction and delivery valves are non-return valves. രണ്ട് non-return valves ആണ്. reciprocating pump is called positive displacement pump. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. reciprocating പമ്പിനെ വിളിക്കുന്ന പേര് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. നമ്മൾ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞു. ആസ് എന്തുകൊണ്ടാണ്? ഇറ്റ് ഡിസ്ചാർജ് എ ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഡ്യൂരിങ് ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പിസ്റ്റൺ. ആ കറക്റ്റ് ക്വാണ്ടിറ്റി എന്ത് ചെയ്യും? ഇയാൾ ഡിസ്പ്ലേസ് ചെയ്യും. ഇനി ഡബിൾ ആക്ടിങ് പമ്പ്. ഡബിൾ ആക്ടിങ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പുറത്ത് കൂടി ഒരു പിസ്റ്റൺ ഉണ്ടാവും. നല്ല അടിപൊളി വർക്കിംഗ് കേട്ടോ ഡബിൾ ആക്ടിങ്ങിൻ്റെ. ഇഫ് ദി ലിക്വിഡ് ആക്ട് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി പിസ്റ്റൺ ഓഫ് പ്ലഞ്ചർ, ഇറ്റ് ഈസ് നോൺ ആസ് ഡബിൾ ആക്ടിങ് പമ്പ്. ദിസ് പമ്പ് ഹാസ് 2 സക്ഷൻ പൈപ്പ്. 2 സക്ഷൻ പൈപ്പ് ഉണ്ടാവും. ഇവിടെ എന്ത് ഉണ്ടാവും? ഇവിടെ ഒരു സക്ഷൻ പൈപ്പ് ഉണ്ടാവും, ഇവിടെ ഒരു സക്ഷൻ പൈപ്പ് ഉണ്ടാവും. ഓക്കെ ആണോ? ഡെലിവറി പൈപ്പും ഉണ്ടാവും കേട്ടോ. ആൻഡ് 2 ഡെലിവറി പൈപ്പ് എന്ത് ചെയ്യും? ഇവിടെയും ഡെലിവറി പൈപ്പ് ഉണ്ടാവും. അപ്പോൾ പിസ്റ്റൺ അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും കൊണ്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും? വെള്ളം ഡെലിവർ ആവും. പ്രൊവൈഡ് വിത്ത് നോൺ റിട്ടേൺ വാൾവ്സ്. ആ 4 പൈപ്പിൽ എന്തുണ്ടാവും? വാൽവ്സ് ഉണ്ടാവും. ഈ ചിത്രം നോക്കി നോക്കൂ, ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇതിൻ്റെ വാൽവ് ഉണ്ട്, ഇതിൻ്റെ വാൽവ് ഉണ്ടോ? ഇങ്ങോട്ടാണ് കൊടുത്തിട്ടുണ്ട് സക്ഷൻ വാൽവ്. ഇതിൻ്റെ വാൽവ് ഉണ്ടോ? ഇവിടെ ഇങ്ങോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണോ? കാരണം എന്നാലും പിസ്റ്റൺ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആവുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒന്നുമില്ല, ജസ്റ്റ് സെയിം സാധനം തന്നെ ഉള്ളൂ. വേണമെങ്കിൽ ഒന്നുകൊണ്ട് നമുക്ക് വായിച്ചു നോക്കാം. ദി ഔട്ട്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് ദി പിസ്റ്റൺ ഓർ പ്ലഞ്ചർ കോസസ് വാക്വം ഓൺ ദി ലെഫ്റ്റ് സൈഡ്. ആദ്യം ഔട്ട്വേർഡ് പറയുമ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെയാണ് വാക്വം ക്രിയേറ്റ് ചെയ്യുക. നേരെ ഓപ്പോസിറ്റ് മൂവ് എന്ത് ചെയ്യും? ഇവിടെയാണ് വാക്വം ക്രിയേറ്റ് ചെയ്യുക. ലെഫ്റ്റ് സൈഡ് ഓഫ് ദി പിസ്റ്റൺ പ്ലഞ്ച് ആൻഡ് ദി ലിക്വിഡ് സക്ഡ്. ഇവിടെ വാക്വം ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ പൈപ്പിൽ ഈ ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യും? വെള്ളം ഉള്ളിലേക്ക് എടുക്കും. ലെഫ്റ്റ് സൈഡ് ഓഫ് ദി സിലിണ്ടർ ത്രൂ ദി സെക്ഷൻ ലെഫ്റ്റ് സെക്ഷൻ. ദി ഫോഴ്സ് ഈ സക്ഡ് വാട്ടർ ഓപ്പൺസ് ദി ലെഫ്റ്റ് സെക്ഷൻ വാൽവ് ആൻഡ് വാട്ടർ എൻറ്റേഴ്സ് ദി സൈഡ് ഓഫ് ദി സിലിണ്ടർ ഡ്യൂറിങ് ദി സെയിം സ്ട്രോക്ക്. ഇപ്പോൾ ദി റൈസസ് ദി പ്രഷർ ഓഫ് ദി ലിക്വിഡ് ഇൻ ദി സെക്ഷൻ സൈഡ്, ദിസ് സക്ഡ് ഓൺ ദി പ്രഷർ സ്ട്രോക്ക് ഓൺ ദി റൈറ്റ് സൈഡ്. അത് ഇവിടെ ആ ടൈമിൽ എന്തുണ്ടാവും? ടൈമിൽ ആദ്യം സക്ക് ചെയ്ത വാൽവിന് എന്ത് ചെയ്യും? പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ചെയ്യല്ലേ, നല്ല പ്രഷർ കൊടുക്കേണ്ട കൂടി എന്ത് ചെയ്യും? ഡെലിവറി സൈഡൊക്കെ എന്ത് ചെയ്യും? പറഞ്ഞേക്കും. ഓക്കെ ആണോ? പിന്നെ പിസ്റ്റൺ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടായിരുന്ന ഈ വെള്ളത്തിന് എന്ത് ചെയ്യും? ഈ വാൽവ് തുറന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് പറഞ്ഞേക്കും. നോൺ റിട്ടേൺ വാൽവ് അതുകൊണ്ട് ഒരിക്കലും വെള്ളം തിരിച്ച് ഇറങ്ങത്തില്ല. ഇതിൻ്റെ ഈ ഒരു കമ്പാരിസൺ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിസ്റ്റൺ പമ്പും പ്ലഞ്ചർ പമ്പും. ലെങ്ത് ഓഫ് പിസ്റ്റൺ ഈസ് സ്മാളർ ദാൻ ഡയാമീറ്റർ. പക്ഷേ പ്ലഞ്ചർ ആണെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ ലെങ്ത് കൂടുതലായിരിക്കും. നമ്മൾ ചിത്രം കണ്ടില്ലേ? പ്ലഞ്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനമാണല്ലോ പ്ലഞ്ചർ. ഇനി പിസ്റ്റൺ ക്യാരീസ് പിസ്റ്റൺ റിങ് വിച്ച് മൂവ് വിത്ത് പിസ്റ്റൺ. പക്ഷേ പാക്കിംഗ് റിങ്സ് ആർ പ്രൊവൈഡഡ് ഇൻ ദി സിലിണ്ടർ. ഓക്കെയാണ്? സിലിണ്ടറാണ് എന്ത് ചെയ്യുക? അതിൻ്റെ പാക്കിംഗ് റിങ്സ് ഉണ്ടാവുക. സിലിണ്ടർ ഈസ് പ്രൊവൈഡ് വിത്ത് ലൈനേഴ്സ് വിച്ച് ക്യാൻ ഈസിലി റീപ്ലേസ്ഡ്. പക്ഷേ ഇവിടെ നോ ലൈനറൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ലോ വിയർ ആൻഡ് ടിയർ. ഈ ഒരു പോയിന്റ് PSC ഇമ്പോർട്ടൻ്റ് ആയി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഈ ഒരു കളിയിൽ നിന്ന് ഞാൻ പറയുന്നു മിനിമം 1 മാർക്ക് മാക്സിമം 2 മാർക്കിന് ഈ ഒരു കളിയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരും. ഇനി പിസ്റ്റൺ പമ്പ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ ഹാൻഡ്ലിംഗ് ലിക്വിഡ് കണ്ടെയ്നിങ് സാൻഡ് ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ്. വെള്ളത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരിക്കലും പമ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട? ഫോർ ഹാൻഡ്ലിംഗ് ലിക്വിഡ് കണ്ടെയ്നിങ് സാൻഡ് ആൻഡ് അതർ സൂട്ടബിൾ ആണ് കേട്ടോ. ഇവരെന്താണ്? എന്ത് കച്ചറ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, സൂട്ടബിളാണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് മിനിമം 1 മാർക്ക് മാക്സിമം 2 മാർക്കിന് ചോദിക്കൂട്ടോ. ഇനി വർക്ക് ഡൺ ബൈ ഡിസ്ചാർജ് ഫോർ എ സിംഗിൾ ആക്ടിംഗ് പമ്പാണെങ്കിൽ എന്ത് ചെയ്യും? ഇതാണ് ഇക്വേഷൻ. Q = LAN മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എന്ത് ചെയ്യും? LAN മീറ്റർ ക്യൂബ്. അതിൽ L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി സ്ട്രോക്ക് ലെങ്ത് ആണ്. ഇനി A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഓഫ് ഏരിയ ഓഫ് പിസ്റ്റൻ്റെ ക്രോസ് സെക്ഷൻ ആണ് കേട്ടോ. ഇനി N എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ക്രാങ്ക് ഇൻ റൊട്ടേഷൻ പെർ സെക്കൻഡിലാട്ടോ.
ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി എഴുതാം. മാറ്റി എഴുതാം എങ്ങനെ മാറ്റി എഴുതുക? റോജി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് WLAN HS+HD, അതായത് സെക്ഷൻ ഹെഡും ഡെലിവറി ഹെഡ് ഇങ്ങനെ എഴുതുക. ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യുക, ജസ്റ്റ് പഠിച്ചു വെക്കുക. ഡബിൾ ആക്ടിങ് ആവും എന്ത് ചെയ്യും, ഇതുണ്ടോ ഇങ്ങനെ ആവും. ഡബിൾ ആക്ടിങ് ആവും ഇങ്ങനെ ആവും. ഇവിടെ 2 LAN എന്ന് വരും കണ്ടോ, ഇവിടെ LAN ആണ്, ഇവിടെ 2 LA എന്ന് വരും ഡബിൾ ആക്ടിങ് ആകുമ്പോൾ. സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി തിയററ്റിക്കൽ ഡിസ്ചാർജ് ആൻഡ് ദി ആക്ച്വൽ ഡിസ്ചാർജ് ഈക്വൽ സ്ലിപ്പ്. ഇമ്പോർട്ടൻ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. Q ആക്ച്വൽ മൈനസ് Q തിയററ്റിക്കൽ. ഓക്കെ ആണോ. CD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ദി റേഷ്യോ ബിറ്റ്വീൻ ദി ആക്ച്വൽ ഡിസ്ചാർജ് ആൻഡ് ദി തിയററ്റിക്കൽ ഡിസ്ചാർജ് ഈസ് കോൾഡ് CD ഈക്വൽ ടു Q ആക്ച്വൽ ബൈ Q തിയററ്റിക്കൽ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ് എയർ വെസൽ? എയർ വെസൽ കണ്ടില്ലേ, ചിത്രം കണ്ടില്ലേ? എയർ വെസൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോൺസ്റ്റന്റ് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാവും. നമുക്ക് നോക്കി നോക്കാം. സക്ഷൻ സൈഡിലും ഡിസ്ചാർജ് സൈഡിലും എയർ വെസൽ കൊടുക്കാം കേട്ടോ. ഇതും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് ചിലർ വിചാരിക്കും ഡിസ്ചാർജ് സൈഡിൽ മാത്രമാണ് എയർ വെസൽ എന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. നമുക്ക് നോക്കി നോക്കാം. ആൻഡ് എയർ വെസൽ ഈസ് എ ക്ലോസ്ഡ് കാസ്റ്റ് അയൺ ചാമ്പർ അല്ലേ, അത് ക്ലോസ്ഡ് ആണ്, കാസ്റ്റ് ആണ് കണ്ടോ, പച്ചരിമോട് ഉണ്ടാക്കുക. ഇറ്റ് ഹാസ് ആൻ ഓപ്പണിംഗ് അറ്റ് ദി ബേസിൽ കണ്ടല്ലോ, വെള്ളം കയറാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ട്. Through this opening, water may flow into the vessel or it may flow out from the vessel. ഈ ഓപ്പണിംഗ് കൂടെ എന്ത് ചെയ്യുക, വെള്ളത്തിന് അങ്ങോട്ട് കയറുകയും ചെയ്യുക, തിരിച്ചിറങ്ങുകയും ചെയ്യുക. ഓക്കെ ആണോ. ദി ടോപ്പ് പോർഷൻ ഓഫ് എയർ വെസൽ കണ്ടെയ്ൻ കംപ്രസ്ഡ് എയർ. ടോപ്പിൽ എന്തുണ്ട്, എയർ ഉണ്ട്, കുറച്ച് ഭാഗം എയർ ഉണ്ട്, അടിഭാഗത്ത് മാത്രമേ വാട്ടർ ഉള്ളൂ. ദിസ് വിൽ ബി ഫർദർ കംപ്രസ്ഡ് വെൻ ദി ലിക്വിഡ് എൻറ്റർ ദി വെസൽ ആൻഡ് ഇറ്റ് വിൽ ബി എക്സ്പാൻഡ്. ഇത് വെള്ളം അങ്ങോട്ട് കയറുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിലുള്ള എയർ എന്ത് ചെയ്യും, ഒന്നുകൂടി അമർത്തും, കംപ്രസ് ചെയ്യും. ഇനി വെള്ളം ഇറങ്ങി പോകുമ്പോൾ എന്ത് ചെയ്യും, ഈ എയർ ഒന്നുകൂടി എക്സ്പാൻഡ് ആവും, കാരണം റിലാക്സ് ആവും, കാരണം ഉള്ള വെള്ളം പോയില്ലേ. അപ്പോൾ ആ സ്ഥലത്തും കൂടി എന്ത് ചെയ്യുക, ഈ എയറിന് നീങ്ങി നിൽക്കുക. ഓക്കെ ആണോ. വെള്ളം ഉള്ളിലേക്ക് കയറുമ്പോൾ എയർ കംപ്രസ് ആവും, വെള്ളം പുറത്ത് പോകുമ്പോൾ എന്ത് ചെയ്യും, റിലാക്സ് ആവും. ഇനി നീഡ് ഫോർ ആൻ എയർ വെസൽ നോക്കി നോക്കട്ടെ, ഇമ്പോർട്ടൻറ്റ്, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദി എയർ വെസൽസ് ആർ ഫിറ്റഡ് ടു ദി സക്ഷൻ പൈപ്പ് ആൻഡ് ഡെലിവറി പൈപ്പ്. രണ്ടിലും ചെയ്യും കേട്ടോ, വെറും ഡെലിവറി പൈപ്പിലെല്ലാം. ക്ലോസ്ഡ് സിലിണ്ടർ ഓഫ് ദി പമ്പ്, ഈ സിലിണ്ടറിനോട് ക്ലോസ് ആയിട്ടാണ്, എവിടെയും കൊണ്ടുപോയി ഈ ക്ലോസ് ആയിട്ടാണ് വെക്കുക. ദി ഫംഗ്ഷൻ ഓഫ് ദി എയർ വെസൽസ് ആക്റ്റീവ്. സക്ഷൻ സ്ലേഡിൽ എന്താണ് ഫംഗ്ഷൻ, ഇമ്പോർട്ടൻറ്റ്. ഈ 4 ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെലിവറിയിൽ 2 ഫംഗ്ഷൻ ഉള്ളൂ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്നും 1 മാർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സക്ഷൻ സൈഡിൽ റെഡ്യൂസസ് ദി പോസിബിലിറ്റി ഓഫ് സെപ്പറേഷൻ. മാത്രമല്ല പമ്പ് ക്യാൻ റാൻ അറ്റ് ഹൈ സ്പീഡ്, കൺസിഡറബിൾ ഫ്രിക്ഷണൽ വർക്ക് ഈസ് സേവ്ഡ്, ലെങ്ത് ഓഫ് സക്ഷൻ പൈപ്പ് ബിലോ എയർ വെസൽ ക്യാൻ ബി ഇൻക്രീസ്ഡ് എന്നാട്ടോ. ഇനി ഡെലിവറി ഇവിടെ ഇൻക്രീസ്ഡ് ആണ്, ഡിഗ്രീസ് എന്ന് ഒരിക്കലും വായിക്കരുത്. ഡെലിവറി സൈഡിലാണെങ്കിൽ എന്ത് ചെയ്യും, എ ലാർജ് എമൗണ്ട് ഓഫ് പവർ ഈസ് സേവ്ഡ് ഡ്യൂ ടു ലെസ്സർ ആക്സലറേഷൻ ആയിട്ട്. മാത്രമല്ല കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് ഡിസ്ചാർജ് ക്യാൻ ബി എൻഷുർഡ്. ഒരേപോലെ ഡിസ്ചാർജ് നമുക്ക് എന്ത് ചെയ്യാം, എൻഷർ ചെയ്യാം. ഇനി വർക്കിംഗ് കേട്ടോ, വർക്കിംഗ് ഓഫ് റെസിപ്രോക്കറ്റിംഗ് പമ്പ് വിത്ത് എയർ വെസൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഒരു പഴയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. വെറും ക്ലാസ് ആകുമ്പോൾ എനിക്കും ഫറ്റിഗ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 1, ദി ABC ഓഫ് ഫസ്റ്റ് എയ്ഡ് റെഫർ ടു ദിസ് 3 ക്രിട്ടിക്കൽ തിങ്സ് ആർ. ABCയിൽ A എന്താണ്, B എന്താണ്, C എന്താ. A എന്ന് പറഞ്ഞാൽ എയർവേ, B എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ്, C എന്ന് പറഞ്ഞാൽ സർക്കുലേഷൻ. അത് ഫസ്റ്റ് നമ്മളിപ്പോൾ ഒരാൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി നടക്കുകയാണെങ്കിൽ അയാൾ എയർവേ, അതായത് നമ്മുടെ മൂക്ക്, ശ്വാസകോശം, ആ ശ്വാസം പോണ വഴി അല്ലേ, എയർവേ എന്തെങ്കിലും അടഞ്ഞിട്ടുണ്ടോ, അത് ക്ലിയർ ആണോ ചെക്ക് ചെയ്യണം. എയർവേ ക്ലിയർ ആണോ ചെക്ക് ചെയ്യണം. B എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ്. ഈ എയർവേ ക്ലിയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ എയർവേ കൂടെ ആ വിക്ടിം എന്ത് ചെയ്യണം, ശ്വസിക്കണുണ്ടോ, ശ്വസിക്കാൻ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, സർക്കുലേഷനിലേക്ക് നോക്കണ്ടുള്ളൂ, ബ്ലഡിൻ്റെ കാര്യങ്ങൾ നോക്കണ്ടുള്ളൂ. ഹേർട്ട് പമ്പ് ചെയ്യുന്നുണ്ടോ, ബ്ലഡിൻ്റെ കാര്യങ്ങൾ, അതായത് മുറിവുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുക, നോക്കുക കേട്ടോ. ഈ 3 കാര്യങ്ങൾ നോക്കി എന്ത് ചെയ്യുക, മുറിവുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ബ്ലഡ് ലോസ് ആകും, അപ്പോൾ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുക. ഇതൊക്കെയാണ് ABC. എയർവേ ആദ്യം ആൾ വിക്ടിം എന്തെങ്കിലും അപകടം പറ്റി കിടക്കുകയാണെങ്കിൽ ആദ്യം ആളെ ശ്വാസകോശത്തിൽ എന്തെങ്കിലും അടഞ്ഞിട്ടുണ്ടോ, വല്ല മൂക്കിലോ വല്ല പെൻസിലോ അല്ലെങ്കിൽ നാവ് ഉള്ളിലേക്ക് മറിഞ്ഞിട്ട് ഈ ശ്വാസനാളം അടയുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതെല്ലാം ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് അയാൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ നോക്കണം. ബ്രീത്ത് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കണം. 3 മെത്തേഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ എന്തെങ്കിലും സർക്കുലേഷൻ നോക്കേണ്ട കാര്യമുള്ളൂ. കാരണം സർക്കുലേഷൻ നമ്മുടെ ഹേർട്ട് എന്താ ചെയ്യുന്നത്, ബ്ലഡിനെ പമ്പ് ചെയ്യാണ്. ബ്ലഡ് എന്തിനാണ് പമ്പ് ചെയ്യണം, നമ്മളെല്ലാ കോശങ്ങളിലേക്കും ഓക്സിജനും അതുപോലെ തന്നെ ഫുഡും എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്സിജൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ ലൈഫ് എൻഡ് ആവും. ഇനി അടുത്തത്, ഡാഷ് എക്സ്റ്റിങ്ഷർ ഷുഡ് ബി യൂസ്ഡ് ഇൻ ഓർഡർ ടു എക്സ്റ്റിങ്ഷ് ഫയർ ഡ്യൂ ടു ഗ്യാസ് ആൻഡ് ലിക്വിഫൈഡ് ഗ്യാസ്. ഗ്യാസ് കൊണ്ടും ലിക്വിഫൈഡ് ഗ്യാസ് കൊണ്ടും ഉണ്ടാക്കുന്ന ഫയറിനെ എക്സ്റ്റിങ്ഷ് ചെയ്യുന്നത് എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു യൂണിവേഴ്സൽ എക്സ്റ്റിങ്ഷറാണ് കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് യൂണിവേഴ്സൽ എക്സ്റ്റിങ്ഷറാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ഇവർ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തത് കേട്ടോ.
ഇനി ക്വസ്റ്റ്യൻ 3, ഡാഷ് ഇസ് ദി കളർ കോഡ് ഫോർ ബീൻസ് ഫോർ വേസ്റ്റ് ഫുഡ്. ഫുഡിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ബ്ലാക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മെറ്റൽസിന്, അതുപോലെ തന്നെ പേപ്പറിന്, അതുപോലെ അങ്ങനെ ഒരു 4 കളറുണ്ട്. 4 കളറും നമ്മൾ ഫസ്റ്റ് ലെസ് ക്രാക്ക് 8 എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ 4, ഇൻ സെൻസിറ്റീവ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ ക്യാപ്പബിൾ ഓഫ് ഡ്രില്ലിംഗ് ഹോൾസ് അപ് ടു. ഈ സെൻസിറ്റീവ് ബെഞ്ച് ഡ്രില്ലിംഗ്, ഈ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് പേപ്പർ കണ്ടിട്ടുണ്ട് കേട്ടോ. എത്ര മില്ലിമീറ്ററുള്ള ഡ്രിൽ ബിറ്റ് വരെ അതിൽ പിടിപ്പിക്കാമെന്ന് ചോദിക്കുന്നത്. എത്ര? 12.5 മില്ലിമീറ്റർ വരെയുള്ള കേട്ടോ മാക്സിമം കേട്ടോ. മാക്സിമം എത്ര? അപ് ടു എന്നാണ്. മാക്സിമം എന്ത് ചെയ്യുക? 12.5 മില്ലിമീറ്റർ ഷാങ്കിൻ്റെ ഡയുള്ള ഡ്രില്ല് വരെ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ ഫിറ്റ് ചെയ്യാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് റിവറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹെവി സ്ട്രക്ചറൽ വർക്ക്. ഈ ഒരു കീവേഡ് തന്നെ, ദി സ്ട്രെങ്ത് ഓഫ് റിവറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനത്തെ ഒരു കീവേഡ് കണ്ടാൽ നമുക്ക് എന്താ ഉപയോഗിക്കേണ്ടത്? പാൻ ഹെഡാണ് കേട്ടോ. പാൻ ഹെഡാണ്. ഹെവി സ്ട്രക്ചറൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ? സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്? പാൻ ഹെഡ്. ഈ 2 കീവേഡ്, ഹെവി സ്ട്രക്ചറൽ വർക്ക് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ദി റിവറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്നാണെങ്കിൽ പാൻ ഹെഡാണ് കറക്റ്റ് ആൻസർ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 6, സിൽവർ ബ്രേസിംഗ് ഈസ് യൂസ്ഡ് ഫോർ. എല്ലാവർക്കും അറിയാലോ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? നമ്മൾ ഇലക്ട്രിക്കൽ പാർട്സിന് നമ്മൾ ഉപയോഗിക്കും, സിൽവർ ബ്രേസിംഗ് ഉപയോഗിക്കും. പിന്നെ ജോയിനിങ് ഡിസിമിലർ മെറ്റൽസിന് അതിന് നമ്മൾ എന്ത് ചെയ്യും? ബ്രേസിംഗ് ഉപയോഗിക്കും. സോൾഡറിങ് ഉപയോഗിക്കില്ല, ബ്രേസിംഗ് ഉപയോഗിക്കുക കേട്ടോ. ഇനി ബ്രേസിംഗ് ഓഫ് ടങ്സ്റ്റൺ കാർബൈഡ് ടിപ്സ്, ഇതിന് നമ്മൾ എന്ത് ഉപയോഗിക്കും? ബ്രേസിംഗ് ഉപയോഗിക്കും. അപ്പോൾ എല്ലാ ഓപ്ഷനും കറക്റ്റാണ്. ക്വസ്റ്റ്യൻ 7, വിച്ച് ഫ്ലെയിം ഡസ് നോട്ട് ഹാവ് ബാഡ് ഇഫക്റ്റ് ഓൺ മെറ്റൽ? ന്യൂട്രലൈസിങ് ഫ്ലെയിം കേട്ടോ. കാരണം അതിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ന്യൂട്രലാണെങ്കിൽ എന്താ? എല്ലാം ന്യൂട്രലാണ്, ഒന്നും അധികമല്ല. ഓക്സിഡൈസിങ് ഫ്ലെയിം ആണെങ്കിൽ എന്ത് ചെയ്യും? അത് കൊറോഷനൊക്കെ കാരണമാവും. അപ്പോൾ സിമ്പിളാണ്, ഇതെല്ലാം സിമ്പിളാണ്. ക്വസ്റ്റ്യൻ 8, ഹോയിസ്റ്റ് ഈസ് മെയ്ഡ് വിത്ത് 2 ഷീവ്സ് ഓൺ ദി അപ്പർ ബ്ലോക്ക് ആൻഡ് 1 ഓർ ദി ലോവർ ബ്ലോക്ക്. ഈ ഹോയിസ്റ്റിൻ്റെ ഒക്കെ ചിത്രം എന്തുണ്ട്? നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും? നമ്മൾ ഡിസ്കസ് ചെയ്യും. ഏതാണ്? ഡിഫറൻഷ്യൽ ഹോയിസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഡിഫറൻഷ്യൽ ഹോയിസ്റ്റ് ഈസ് മെയ്ഡ് വിത്ത് 2 ഷീവ് ഓൺ ദി അപ്പർ ബ്ലോക്ക് ആൻഡ് 1 ഓൺ ദി ലോവർ ഓർ വർക്കിംഗ് ബ്ലോക്ക്. ലോവർ ബ്ലോക്കിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ബ്ലോക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ലോവർ ബ്ലോക്കിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ബ്ലോക്ക്. ഇനി ക്വസ്റ്റ്യൻ 10, വെരി അക്യുറേറ്റ് സർഫസ് പ്ലേറ്റ് ഈസ് മെയ്ഡ് ഓഫ്. ഗ്ലാസ്, ഗ്രാനൈറ്റ്, സ്റ്റീൽ, ക്ലോസ്ഡ് ഗ്രെയിൻ ഗ്ലാസ് ആണ്. ഇതിൽ ബിയും ഡിയും ഉണ്ടല്ലോ, ഇത് രണ്ടും ഓപ്ഷനാണ്, കറക്റ്റ് ഓപ്ഷനാണ്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തത്. 11, വിച്ച് പാർട്ട് ഓഫ് ദി സ്പ്രിംഗ് ജോയിൻറ്റ് കാലിപ്പർ ഈസ് ഫൾക്രം റോളർ. നമ്മൾ പഠിച്ചിട്ടില്ലേ? ഏതാണ്? പിവറ്റാണ് കേട്ടോ. പിവറ്റാണ്. അയിമ എന്ന് എന്ത് ചെയ്യുക? അത് ആസ്പദമാക്കിയിട്ട് എന്ത് ചെയ്യുക? ഇയാൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുക. 12, വിച്ച് എമംഗ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് ചിസൽ ഈസ് യൂസ്ഡ് ടു കട്ട് കീവേ ആൻഡ് ഗ്രൂസ്. നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, സിമ്പിളാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ 10-20 തവണ റിപ്പീറ്റ് ആണെന്ന് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ക്രോസ് കട്ടാട്ടോ. ഡയമണ്ട് ബോയിലിൻ്റെ എവിടെ ഉപയോഗിക്കുക? കോർണറിലാണ് ഉപയോഗിക്കുക കേട്ടോ. 13, എല്ലാത്തിൻ്റെയും ഫംഗ്ഷൻ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 13, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് വൈസ് ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് സ്മാൾ ജോബ്. സ്മാൾ എന്ന് പറയുമ്പോൾ ഇതാണ് സ്മാൾ ജോബ് എന്ന് പറയുമ്പോൾ എന്താ വയ്ക്കേണ്ടത്? ഹാൻഡ് വൈസ് ആണ് കേട്ടോ. പിന്നെ പിൻ വൈസും ഇതുപോലൊരു കീവേഡ് ഉണ്ട്, അത് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 14, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് ദി ഇൻറ്റേർണൽ പാർട്സ് ഓഫ് ബെഞ്ച് വൈസിൻ്റെ ഇൻറ്റേർണൽ പാർട്സ്. 2 പാർട്സ് ഉണ്ട് കേട്ടോ. ബോക്സ് നെറ്റുണ്ട്, അതുപോലെ തന്നെ ബോക്സ് നെട്ടും നമ്മുടെ ഒരു പിന്നിൻ്റെ പേരും കൂടി ഉണ്ട്, നമ്മൾ നോക്കാം. ബോക്സ് നെട്ടും സ്പ്രിങ്ങും ആണ് കേട്ടോ കറക്റ്റ് ആൻസർ വരിക. ബോക്സ് നെട്ടും സ്പ്രിങ്ങും ആണ്. പക്ഷേ ഇതിൽ ഏത് മാത്രമേ ചോദിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോക്സ് നെട്ട് മാത്രം ഓപ്ഷനിലുള്ളൂ. സ്പ്രിങ്ങും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓപ്ഷനും കൂടി കറക്റ്റ് ആൻസർ വരും. ഇൻറ്റേർണൽ പാർട്സ് ഏതാണ്? ഇൻറ്റേർണൽ പാർട്സ് ബോക്സ് നെട്ടും സ്പ്രിങ്ങും ഉണ്ട് കേട്ടോ. 15, വിച്ച് മൈക്രോമീറ്റർ ഡസ് നോട്ട് ഹാവ് എ ഫ്രെയിം ആൻഡ് അൻബിൽ. ഫ്രെയിമും അൻബിലും ഇല്ലാത്ത ഒരേ ഒരു മൈക്രോമീറ്റർ എന്തുള്ളൂ? ഏതാണ്? ഡെപ്ത് മൈക്രോമീറ്റർ. അതിൻ്റെ ചിത്രം എങ്ങനെ വരികയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് വരക്കാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. വരക്കൽ ഇതിൽ നടക്കത്തില്ല, അതുകൊണ്ടാണ്. ഇനി ക്വസ്റ്റ്യൻ 16, ക്ലിയറൻസ് ബിറ്റ്വീൻ മെയ്റ്റിംഗ് പാർട്സ് ടു ബി മെഷേർഡ്. എന്താ ഉപയോഗിക്കുക? നമ്മൾ ഫീലർ ഗേജ് ഉപയോഗിക്കുക. നമ്മൾ വാൽവിൻ്റെ ക്ലിയറൻസിൽ ഫീലർ ഗേജിന് ഒരുപാട് ഉപയോഗമുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഹൗ മെനി വാലൻസ് ഇലക്ട്രോൺസ് ആർ ഇൻ സെമി കണ്ടക്ടേഴ്സ്. നമുക്കറിയാം 4ആണെന്നറിയാം. കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്ററിൻ്റെയും നിങ്ങൾ പഠിച്ചു വെക്കണം. 18, EMFൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയില്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലസ് വോൾട്ടേജ് ഡ്രോപ്പ്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും വോൾട്ടേജ് ഡ്രോപ്പും കൂടി കൂടിയതാണ് ഇത് EMF ജനറേറ്റഡ് കേട്ടോ. EMF. ഇനി 19, വാട്ട് ആർ ദി 3 ഫാക്ടേഴ്സ് എസെൻഷ്യൽ ടു മേക്ക് സിമ്പിൾ ഇലക്ട്രിക് കറണ്ട്. സിമ്പിൾ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ വേണം? EMF വേണം, കറൻറ്റും വേണം, റെസിസ്റ്റൻസും വേണം. ഇനി 20, ഇൻ ഷണ്ട് ടൈപ്പ് ഓമീറ്റർ എ സ്പ്രിംഗ് ലോഡഡ് പുഷ് ബട്ടൺ ടൈപ്പ് സ്വിച്ച് ഈസ് പ്രൊവൈഡ് ടു. ഈ ക്വസ്റ്റ്യൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇൻ ഷണ്ട് ടൈപ്പ് ഓമീറ്റർ ഞാൻ നോക്കിയിട്ട് പറയാം. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പറയാം. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. പിന്നെ
പിന്നെ പാരലൽ സർക്യൂട്ടിൻ്റെയും കാര്യങ്ങളുണ്ട്. പിന്നെ കളർ കോഡ് ഉണ്ട്. ബി റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ വെരി ഗുഡ് വൈഫ് എന്നുള്ള ആ ഒരു ഇമ്പോർട്ടൻ്റ് ആണത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ക്ലാസ് എടുക്കാം, ബാലൻസ് ഉള്ളത് നമ്മൾ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇത്രയും ഈ ഒരു 2 ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. പിന്നെ പ്ലംബറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. അതിലും നമുക്ക് പമ്പർ പാറ്റേൺ ഒരുപാട് യൂസ്ഫുൾ ആണ്. പിന്നെ നമ്മുടെ IC എഞ്ചിൻ്റെ കേസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. IC എഞ്ചിന് പിന്നെ നമ്മുടെ നോട്ടൊക്കെ ഒരുപാട് തവണ കെട്ടുകളില്ല. നോട്ടൊക്കെ ചെറിയ ടോപ്പിക്കാണ്. എന്നാൽ ടേബിളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക. അത് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ നടത്താം. ഓക്കെ, ബൈ.